നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെയിൻസിന് വേണ്ടി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ മെയിൻസിൽ നിങ്ങൾ സിലബസ് എടുത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ വർഷം മെയിൻസ് എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഓർത്ത് വയ്ക്കുക, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 5 മാർക്ക് ഉണ്ടാവും. അത് യൂണിഫോം പോസ്റ്റിലാണെങ്കിൽ 5-ൽ കൂടുതൽ, ഇപ്പോൾ SI ക്കൊക്കെ ആണെങ്കിൽ 5-ൽ കൂടുതൽ മാർക്ക് 7 മാർക്കൊക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നുണ്ട്. അപ്പോൾ സിലബസ് ഒക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ യൂണിഫോം പോസ്റ്റിനും നോൺ യൂണിഫോം പോസ്റ്റിനും ഡിഗ്രി മെയിൻസിൽ സെയിം ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം അത് സിലബസിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഡീറ്റെയിൽ അനാലിസിസ് ചെയ്യാം. പക്ഷേ നമ്മൾ മെയിൻസിന് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ നേരത്ത് ആദ്യം പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഞാൻ ഇന്നിവിടെ കവർ ചെയ്യാൻ പോകുന്നത്. എന്താണ്? ടൈപ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുള്ള ടൈപ്സ് ഓഫ് മെജോറിറ്റീസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന വിവിധ തരത്തിലുള്ള ഭൂരിപക്ഷങ്ങൾ. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് മെജോറിറ്റീസ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കി വരാൻ പോകുന്ന എല്ലാ ക്ലാസ്സുകളെയും ഈ ഒരു കൺസെപ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമുക്കറിയാം ഒരു പാർലമെൻറ്റ് ഒരു ബില്ല് പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ അത് 2 ഹൗസിലും, അതായത് ലോക്സഭയിലും രാജ്യസഭയിലും ബില്ല് പാസ്സായിട്ടാണ് ആ ബില്ല് എന്തായി മാറുന്നത്, ഒരു ആക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു നിയമമായി മാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബില്ല് പാസ്സാകാൻ ഒരു ലോക്സഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും അതേപോലെ തന്നെ ഇനി സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ സ്റ്റേറ്റ് അസംബ്ലിയിൽ ആ ബില്ല് പാസ്സാകാൻ ഒരു മെജോറിറ്റി വേണം. ഓക്കെ, അപ്പോൾ ഓരോ ബില്ലിനും ബില്ല് മാറുന്ന അനുസരിച്ച് മെജോറിറ്റി മാറും. ഓക്കെ, മണി ബില്ലിന് ഒരു മെജോറിറ്റിയാണ്, അല്ലെങ്കിൽ ഓർഡിനറി ബില്ലിനും മണി ബില്ലിനും സിമ്പിൾ മെജോറിറ്റി ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യുന്ന ബില്ലിന് എന്താണ്, സ്പെഷ്യൽ മെജോറിറ്റി ആണ്. അതേപോലെ നമുക്കറിയാം സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർലമെന്റ് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. അതിന് വേണ്ടത് വേറൊരു ടൈപ്പ് ഓഫ് മെജോറിറ്റിയാണ്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബില്ല് പാസ്സാക്കാനും മോഷൻ പാസ്സാക്കാനും ഒക്കെ എന്താണ്, പലതരത്തിലുള്ള ഭൂരിപക്ഷം അല്ലെങ്കിൽ മെജോറിറ്റി അതാത് ഹൗസിന് എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിലാണെങ്കിൽ പാർലമെന്റിന് 2 ഹൗസ് ഉണ്ട്, ലോക്സഭയും രാജ്യസഭയും. അതേപോലെ സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ 2 ഹൗസുള്ള അപ്പർ ഹൗസും ലോവർ ഹൗസും ഉള്ള സ്റ്റേറ്റ്സും ഉണ്ട്. നമ്മളവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി നമുക്കറിയാം, കേരളത്തിലേക്ക് ഒരു ഹൗസേ ഉള്ളൂ ലെജിസ്ലേറ്റീവ് അസംബ്ലി. മറിച്ച് മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് പോലുള്ള ചില സ്റ്റേറ്റ്സിന് എന്തുണ്ട്, അവിടെ അപ്പർ ഹൗസ് ഉണ്ട്, ലോവർ ഹൗസ് അസംബ്ലി കൂടാണ്ട് അപ്പർ ഹൗസും ഉണ്ട്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ അവിടെയൊക്കെ ഏത് ഹൗസ് ആണെങ്കിലും, അത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ ഹൗസ് ആണെങ്കിലും അല്ലെങ്കിൽ സെൻട്രൽ ലെജിസ്ലേച്ചറിന്റെ, അതായത് പാർലമെന്റിന്റെ 2 ഹൗസിലാണെങ്കിലും ഈ പറയുന്ന ബില്ലുകൾ പാസ്സാക്കാൻ വേണ്ടി വിവിധ തരത്തിലുള്ള ഭൂരിപക്ഷം അല്ലെങ്കിൽ മെജോറിറ്റി നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം അത് അറിഞ്ഞിരിക്കപ്പം നമ്മളൊരു പാർലമെന്ററി സിസ്റ്റം ആയതുകൊണ്ട് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് പാർലമെന്ററി സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ പാർലമെന്ററി സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ, പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിക്ക് ഭരണം കിട്ടും, അതായത് എക്സിക്യൂട്ടീവിനെ ഫോം ചെയ്യാം അല്ലെങ്കിൽ മന്ത്രിമാരെ ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ പാർലമെന്റിൽ മെജോറിറ്റി ഉള്ളവർക്ക് ഗവൺമെന്റ് ഫോം ചെയ്യാം. അതേപോലെ തന്നെ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് എന്താണ്, പാർലമെന്റിന് അക്കൗണ്ടബിൾ ആണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും പാർലമെന്റിന്റെ അപ്രൂവൽ വേണം. അപ്പൊ അതാണ് ബേസിക്കലി സിമ്പിൾ ആയിട്ട് പറഞ്ഞ പാർലമെന്ററി സിസ്റ്റം ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണ്, പാർലമെന്ററി സിസ്റ്റമാണ്. അപ്പോൾ ഇന്ത്യയുടെ പാർലമെന്ററി സിസ്റ്റത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ചില കാര്യങ്ങൾക്ക് പലതരത്തിലുള്ള മെജോറിറ്റീസ് പറയുന്നുണ്ട്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബില്ലുകൾ പാസ്സാക്കാൻ, മോഷൻസ് പാസ്സാക്കാൻ, ചില ഇമ്പോർട്ടൻ്റ്, നമുക്കറിയാം ഒരു ഗവൺമെന്റിനെ
ഇറക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനത്തെ ഒക്കെ മോഷൻസ് ഒക്കെ പാസ്സാക്കാനൊക്കെ എന്ത് ചെയ്യണം, മീൻസ് ആ ഒരു ഗവൺമെന്റ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ അപ്പോൾ അവരെന്ത് ചെയ്യണം, കോൺഫിഡൻസ് മോഷൻസ് പോലുള്ള, അല്ലെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടിക്ക് അവർക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോ കോൺഫിഡൻസ് മോഷനൊക്കെ പാസ്സാക്കാം. അതിനൊക്കെ വേണ്ട മീൻസ് അപ്പോൾ അതാണ് മോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനെ ചേഞ്ച് ചെയ്യാൻ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുള്ള പ്രൊവിഷൻസിനെ, അതായത് ആർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ ആർട്ടിക്കിളിൻ്റെ അകത്തുള്ള പ്രൊവിഷൻസിനെ അല്ലെങ്കിൽ ഷെഡ്യൂൾസിനെ ഒക്കെ മാറ്റം വരുത്താൻ, അതിനാണ് അമെൻഡ് ചെയ്യുക എന്ന് പറയുക. ചേഞ്ച് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷനെ ചേഞ്ച് ചെയ്യുക എന്നാണ് അമെൻഡിങ് എന്നുകൊണ്ടുള്ള അർത്ഥം. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ എന്ത് വേണം, ഈ പറയുന്ന പാർലമെന്ററി സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാന ഘടകമായ ഹൗസിന് എന്താണ്, അത് പാസ്സാക്കാൻ, അത് ബില്ലാണെങ്കിലും മോഷൻ ആണെങ്കിലും അത് പാസ്സാക്കാൻ ഒരു മെജോറിറ്റി വേണം. അപ്പൊ ആ മെജോറിറ്റി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അവർ ഒരുപാട് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാറുണ്ട് നിയമത്തിലൂടെ. അപ്പോൾ ആ എടുക്കുന്ന നിയമം, ആ നിയമത്തിൽ പോരായ്മകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ ആ ജനങ്ങളുടെ ഇമ്പോർട്ടൻസ് കൺസിഡർ ചെയ്തിട്ട് ആ ഒരു സേഫ് ഗാർഡാണ്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തോന്നിയതുപോലെ നിയമങ്ങൾ പാസ്സാക്കാൻ പറ്റില്ല. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ വിവിധ തരത്തിലോ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പോലെയാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫെഡറൽ ഫീച്ചേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് ആണ് അല്ലെങ്കിൽ അമെൻമെന്റ് ആണെങ്കിൽ അവിടെ വേണ്ട മെജോറിറ്റി എന്ന് പറയുന്നത് ഹൈ മെജോറിറ്റി ആണ്. മീൻസ് കൂടുതൽ ആളുകളുടെ സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പൊ ബേസിക്കലി ഈ ടൈപ്സ് ഓഫ് മെജോറിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? ടു എൻഷുർ സേഫ് ഗാർഡ്. എന്തിന്? അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രധാന ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ കൂടുതൽ ആളുകളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ കൺസെൻസസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ മെജോറിറ്റി എന്ന കൺസെപ്റ്റിലെ ഭൂരിപക്ഷം ആളുകളുടെ സപ്പോർട്ടോട് കൂടി പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ആക്ച്വലി നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഇന്ത്യയിൽ 4 കാറ്റഗറി, 4 പ്രധാനപ്പെട്ട മെജോറിറ്റീസ് ഉണ്ട്. 4 പ്രധാനപ്പെട്ട മെജോറിറ്റീസ് ഉണ്ട്. ഓക്കെ, അത് അതിൽ സബ് കാറ്റഗറി ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ മെജോറിറ്റി എന്ന് പറയുന്നത് സിമ്പിൾ മെജോറിറ്റിയാണ്. സിമ്പിൾ, ആ വേർഡ് ഓർത്ത് വെക്കുക, സിമ്പിൾ മെജോറിറ്റി എന്ന് വെച്ചാല് ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ പല കാര്യങ്ങൾക്കും കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യത്തിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പാസ്സാക്കുന്ന നോർമൽ നിയമങ്ങൾ, ഓർഡിനറി ബിൽസ് പാസ്സാകുമ്പോഴാണ് അത് ഓർഡിനറി ആക്ട് നിയമങ്ങളാണ്. സാധാരണ നിയമങ്ങളൊക്കെ പാസ്സാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബിൽസിനെയാണ് എന്തെന്ന് പറയുന്നത് സിമ്പിൾ, മീൻസ് പാസ്സാക്കാൻ വേണ്ട മെജോറിറ്റി നമ്മൾ എന്ന് പറയുന്നത് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പാർലമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും ഉപയോഗിക്കുന്ന മെജോറിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സിമ്പിൾ മെജോറിറ്റിയാണ്. ഇനി ഇതിന്റെ ഡെഫിനിഷൻ, ഇത് എല്ലാ മെജോറിറ്റിന്റെയും ഡെഫിനിഷൻ നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ സിമ്പിൾ മെജോറിറ്റിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നമുക്കൊരു നമ്പർ വെച്ചിട്ട് ഇപ്പോൾ ഈ പറയുന്ന പാർലമെന്റിലോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോ ഓക്കെ ഒരു ബില്ല് പാസ്സാകാൻ പോകണം. അപ്പൊ അവിടെ സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൗസിൽ ഇപ്പൊ നമ്മൾ നമ്മൾ കേരളത്തിന്റെ അസംബ്ലി ആണെന്ന് വിചാരിക്കാം, സ്റ്റേറ്റ് അസംബ്ലി ആണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ കേരളത്തിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നത്, കേരളത്തിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിന്റെ സ്ട്രെങ്ത് നമുക്കറിയാം. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിന്റെ സ്ട്രെങ്ത് എന്താണ്? 140 MLA-മാരാണ്, എലക്റ്റഡ് MLA-മാരാണ്. 140 പേരാണ്. നമുക്ക് ഈ റീസെന്റ് ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞതുകൊണ്ട് അത് എല്ലാവർക്കും അറിയാം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അത് അറിഞ്ഞിരിക്കും. 140 എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് കേരള ഗവർണൻസിനൊക്കെ നമുക്കിത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ 140 MLA-മാരാണുള്ളത്. ഓക്കെ, അപ്പൊ സിമ്പിൾ മെജോറിറ്റി. അപ്പൊ അവര് ഇനി എന്തെങ്കിലും ഒരു ബില്ല് പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ ആ ബില്ല് പാസ്സാക്കാൻ സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ബില്ല് വോട്ടിനിടാൻ നേരത്ത് അവിടെ എത്ര മെമ്പർ, ഈ 140 പേരിൽ എത്ര പേര് പ്രസന്റ് ആണ്. അത് മാത്രം പോരാ, എത്ര പേര് പ്രസന്റ് ആണ്, ആ പ്രസന്റ് ആയാലും എത്ര പേര് വോട്ട് ചെയ്തു. അപ്പോൾ 2 വേർഡ് ഇമ്പോർട്ടന്റ് ആണ്, പ്രസന്റ് ആൻഡ് വോട്ടിംഗ്.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്. ഓക്കെ, ഈ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. 135 പേരെ ആ ബില്ല് പ്രസന്റ് ആയിട്ട് ആ നമ്മുടെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 140 പേരാണെങ്കിലും 5 പേര് അന്ന് അസംബ്ലി സെഷന് വന്നില്ല, അവരുടെ എന്തെങ്കിലും കാരണം കൊണ്ട്. അപ്പൊ 135 പേരെ 135 MLA-മാരെ എന്തുള്ളൂ, 135 MLA-മാരെ എന്തുള്ളൂ ആ ബില്ല് പാസ്സാകുമ്പോൾ പ്രസന്റ് ആയിട്ടുള്ളൂ. പക്ഷെ അതിലെന്ത് ചെയ്തു നമുക്കറിയാം. ആ ബില്ല് 3 പേര് ആ ബില്ല് വോട്ടിംഗ് ഇട്ടപ്പോൾ വോട്ട് ചെയ്തില്ല, അവർ അബ്സ്റ്റെയിൻ ചെയ്തു, വോട്ട് ചെയ്യാണ്ട് മാറി നിന്നു. അപ്പോ 135 പേര് പ്രസന്റ് ആണ്, പക്ഷെ എത്ര പേരെ വോട്ട് ചെയ്തുള്ളൂ? 3 പേരെ മാറ്റി കഴിഞ്ഞാൽ 132 പേരെ വോട്ട് ചെയ്തുള്ളൂ. ഓക്കെ, അപ്പൊ പ്രസന്റ് ആൻഡ് വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എത്ര പേര് പ്രസന്റ് ആണ്, അതിൽ എത്ര പേര് വോട്ട് ചെയ്തു. മീൻസ് അവിടെ അസംബ്ലിയിൽ ഇരുന്നിട്ടും വോട്ട് ചെയ്യാതെ അവർ മാറി, വോട്ട് ചെയ്യാണ്ട് അബ്സ്റ്റെയിൻ ചെയ്ത് വോട്ട് ചെയ്യൂല എന്നുള്ളൊരു തീരുമാനം എടുത്തവര്. ഓക്കെ, അപ്പൊ അവരെ കൂട്ടരുത്. പ്രസന്റ് ആൻഡ് വോട്ടിംഗ് എന്നുള്ള അവരുടെ 50%, അപ്പൊ മോർ ദാൻ 50%, 50%-നെ കാട്ടി കൂടുതൽ കിട്ടിയാൽ എന്ത് മെജോറിറ്റി ആയി? സിമ്പിൾ മെജോറിറ്റി. അപ്പൊ മോർ ദാൻ 50%, 50%-നെ കാട്ടി കൂടുതലായിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയേ, 132ന്റെ 50% എന്ന് പറയുന്നത് നമുക്ക് ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 66 അല്ലെ? 66 50%. 66 പോരാ, എന്താണ്? മോർ ദാൻ ആയതുകൊണ്ട്, മോർ ദാൻ 50% ആയതുകൊണ്ട് എന്താണ്? +1. അപ്പോ നമുക്കറിയാം. ഓക്കെ, 66 + 1 അപ്പൊ 67 പേര് എന്താണ് ആ ബില്ലിന് അനുകൂലിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ബില്ല് പാസ്സാവും. ആ ബില്ല് സിമ്പിൾ മെജോറിറ്റി ആണെങ്കിൽ പാസ്സാവും. ഇതാണ് സിമ്പിൾ മെജോറിറ്റിയുടെ ഡെഫിനിഷൻ. മോർ ദാൻ 50% ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. ഓക്കെ, അപ്പൊ ഇവിടെ ആരെയൊക്കെ നമ്മൾ പരിഗണിക്കുന്നില്ല? ആബ്സെന്റ് ആയവരെ പരിഗണിക്കുന്നില്ല, അവിടെ ഉണ്ടായിട്ടും വോട്ട് ചെയ്യാതിരുന്നവരെയും പരിഗണിക്കുന്നില്ല. ഇതാണ് സിമ്പിൾ മെജോറിറ്റിയുടെ ഡെഫിനിഷൻ, അറിഞ്ഞിരിക്കുക. ഇനി ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എവിടെയെല്ലാമാണ് മീൻസ് ഏതൊക്കെ കേസിലാണ് നമുക്ക് സിമ്പിൾ മെജോറിറ്റി വേണ്ടത്? പ്രധാനപ്പെട്ട, എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടില്ല, പ്രധാനപ്പെട്ട എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യത ഉള്ളതുമായ ഏരിയാസ് ആണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ പുതിയതായിട്ട് ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആ സ്റ്റേറ്റിന്റെ ബൗണ്ടറി മാറ്റണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിന് അത് എങ്ങനെ ചെയ്യാൻ പറ്റും? സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. ഓക്കെ, അപ്പൊ നമുക്കറിയാം, റീസെന്റ് ആയിട്ട് നമുക്കറിയാം ആന്ധ്രാപ്രദേശ് 2014 ആന്ധ്രാപ്രദേശിന് എന്ത് ചെയ്തു? ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരു ഏരിയ, ആ തെലങ്കാന റീജിയനിൽ നിന്ന് പുതിയൊരു തെലങ്കാന സ്റ്റേറ്റ് ഫോം ചെയ്തു. ഓക്കെ, അപ്പൊ പുതിയ തെലങ്കാന സ്റ്റേറ്റ് ഫോം ചെയ്തപ്പോൾ പാർലമെന്റ് പാസ്സാക്കിയ മെജോറിറ്റി, 2 ഹൗസും പാസ്സാക്കിയ മെജോറിറ്റി എന്ന് പറയുന്നത് സിമ്പിൾ മെജോറിറ്റിയാണ്. അതേപോലെ തന്നെ അപ്പൊ അവിടെ നോക്കിയേ, ആ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് യുണൈറ്റഡ് ആന്ധ്രാപ്രദേശ് എന്ത് ചെയ്തു? ഒരു പോർഷൻ മാറി, എന്നിട്ട് ബാക്കിയുള്ള, അപ്പൊ തെലങ്കാന മാറ്റിയിട്ട് ബാക്കിയുള്ള ഏരിയയാണ് ഇപ്പത്തെ ആന്ധ്രാപ്രദേശായി മാറിയത്. അപ്പൊ ആ പഴയ സ്റ്റേറ്റിന്റെ ബൗണ്ടറി മാറിയില്ലേ, ബൗണ്ടറി ഓൾട്ടർ ചെയ്തില്ലേ? അപ്പോഴും എന്താ സംഭവിച്ചത്? പാർലമെന്റ് എങ്ങനെയാ ബില്ല് പാസ്സാക്കിയത്? സിമ്പിൾ മെജോറിറ്റിയാണ്. നമുക്കറിയാം, റീസെന്റ് കേരളത്തിന്റെ പേര് കേരളം എന്നാക്കിയില്ലേ, ഒരു M ആഡ് ചെയ്തില്ലേ? അപ്പൊ സ്റ്റേറ്റിന്റെ ഒക്കെ പേര് മാറ്റുമ്പോൾ അതാണ് നെയിമിങ്. അപ്പോൾ ബൗണ്ടറിയോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റിന്റെ പേരുകളോ മാറ്റണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിന് എന്ത് മെജോറിറ്റി മതി? സിമ്പിൾ മെജോറിറ്റി മതി. ഓർത്തിരിക്കുക, PSC ചോദിച്ചിട്ടുണ്ട്, PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സിറ്റിസൺഷിപ്പ്. അപ്പം നമുക്കറിയാം, പാർട്ട് 2 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പം ഡീൽ ചെയ്യുന്നത് സിറ്റിസൺഷിപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പൊ സിറ്റിസൺഷിപ്പ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പക്ഷെ ഇപ്പൊ അവിടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ സിറ്റിസൺഷിപ്പിന്റെ
അതായത് ആർക്കൊക്കെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാം, ആർക്കൊക്കെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടും, അല്ലെങ്കിൽ ആരുടെയൊക്കെ സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്ന നിയമങ്ങൾ നമുക്കുണ്ട്, സിറ്റിസൺഷിപ്പ് ആക്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ സിറ്റിസൺഷിപ്പ് ആക്ടില് അതായത് നമ്മുടെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാനും ടെർമിനേറ്റ് ചെയ്യാനും പാർലമെന്റ് ഒരു ഭേദഗതി കൊണ്ടുവരികയാണെങ്കിൽ, ചേഞ്ചസ് കൊണ്ടുവരികയാണെങ്കിൽ, അമെൻമെന്റ് കൊണ്ടുവരികയാണെങ്കിൽ അത് പാസ്സാക്കാൻ വേണ്ട മെജോറിറ്റി എന്താണ്? സിമ്പിൾ മെജോറിറ്റിയാണ്. ഇതും എന്ത് ചെയ്തിട്ടുണ്ട്? PSC ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനും ചോദിച്ചിട്ട് ഏത് മെജോറിറ്റിയാണ് വേണ്ടതെന്നുള്ളത് നമുക്കിത് ഞാൻ ലാസ്റ്റ് ഇത് ഡിസ്കസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്മുടെ സിലബസിൽ ഉണ്ട്. എന്താണ്? നമുക്ക് ജുഡീഷ്യറിയെയും പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെയും ഒക്കെ കുറിച്ചിട്ട് പഠിക്കാൻ ഡീറ്റെയിൽ ആയിട്ട് മെയിൻ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അവിടെ പാർലമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും എടുത്ത് പഠിക്കണം. അതേപോലെ ഈ ബില്ലുകളൊക്കെ മെയിൻസിന്റെ ഒരു ഭയങ്കര ഫേവറേറ്റ് ഏരിയ ആണ്. ബില്ലുകൾ, മണി ബില്ലും ഓർഡിനറി ബില്ലൊക്കെ, ഫിനാൻഷ്യൽ ബില്ലൊക്കെ. അപ്പൊ ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അവിടെ ഈ ഓർഡിനറി ബില്ലും മണി ബില്ലും ഫിനാൻഷ്യൽ ബില്ലൊക്കെ പാസ്സാക്കാൻ എന്ത് മതി? സിമ്പിൾ മെജോറിറ്റി മതി. അതേപോലെ ഞാൻ പറഞ്ഞു നോൺ കോൺഫിഡൻസ് മോഷൻ പാസ്സാക്കാൻ, കോൺഫിഡൻസ് മോഷൻ പാസ്സാക്കാൻ, അഡ്ജോൺമെന്റ് മോഷൻ പാസ്സാക്കാൻ, സെൻസർ മോഷൻ പാസ്സാക്കാൻ, ഇതെല്ലാം ഞാൻ ആ പാർലമെന്റിന്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ബില്ലും മോഷൻസ് ഒക്കെ ഞാൻ അന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, പക്ഷെ ഇപ്പൊ അറിഞ്ഞിരിക്കുക, ഈ പറയുന്ന ബില്ല് പാസ്സാക്കാനും മോഷൻ പാസ്സാക്കാനും എന്ത് മെജോറിറ്റി മതി? സിമ്പിൾ മെജോറിറ്റി മതി. എന്താണ് സിമ്പിൾ മെജോറിറ്റി? മോർ ദാൻ 50% ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. രണ്ട് വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. പ്രസന്റ് ആയിരിക്കണം, വോട്ടും ചെയ്യണം. ഓക്കെ, ഇനി സ്പീക്കറിന്റെ, അപ്പൊ നമ്മുടെ ലോക്സഭയിൽ എടുക്കുകയാണെങ്കിൽ ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലും, ഓക്കെ, ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അപ്പൊ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അസംബ്ലിയാണ്, ലെജിസ്ലേറ്റീവ്. അപ്പൊ ലോവർ ഹൗസ്, നിങ്ങൾ ശ്രദ്ധിക്കുക, ലോവർ ഹൗസ് നമുക്കറിയാം, ലോവർ ഹൗസും അപ്പർ ഹൗസ്, രാജ്യസഭ അപ്പർ ഹൗസ് ആണ്. അപ്പൊ ലോവർ ഹൗസിലെ പ്രിസൈഡിംഗ് ഓഫീസറുടെ, ലോവർ ഹൗസിന്റെ പ്രിസൈഡിംഗ് ഓഫീസറിനെ വിളിക്കുന്ന പേരാണ് സ്പീക്കറും. അയാൾ സഹായിക്കുന്ന, സ്പീക്കറിന്റെ ആബ്സെൻസിൽ അത് ചെയ്യുന്ന ആളാണ് ഡെപ്യൂട്ടി സ്പീക്കർ. അപ്പോൾ ലോക്സഭ എന്ന് പറയുന്നത് സെൻട്രൽ ലെജിസ്ലേച്ചറിന്റെ ലോവർ ഹൗസ് ആണ്, പാർലമെന്റിന്റെ ലോവർ ഹൗസ് ആണ്. ഇനി സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നത് ലോവർ ഹൗസ് ആണ്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്താണ്? അപ്പർ ഹൗസ് ആണ്. രാജ്യസഭ പോലെ അത് ഒരുപാട് സിമിലർ ഫങ്ഷൻസ് പോലെ, എന്നാൽ സിമിലർ എല്ലാം ഇല്ല, ഒരുപാട് സിമിലർ ഫങ്ഷൻസ് ഉണ്ട് ലെജിസ്ലേറ്റീവ്. അപ്പൊ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ള 6 സ്റ്റേറ്റ്സ് ഇന്ത്യയിലുണ്ട്. അവിടെയൊക്കെ എന്താണ്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്താണ്? അപ്പർ ഹൗസ് ആണ്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക, അപ്പർ ഹൗസിലെ പ്രിസൈഡിംഗ് ഓഫീസർ, ആ അപ്പർ ഹൗസിൽ അവിടുത്തെ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ ഉണ്ടാവുമല്ലോ, അവരെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, പ്രിസൈഡിംഗ് ഓഫീസർ. ഓക്കെ, അപ്പൊ അപ്പർ ഹൗസിലെ പ്രിസൈഡിംഗ് ഓഫീസറിനെ പറയുന്ന പേര് ചെയർമാനും, അതേപോലെ തന്നെ ചെയർമാന്റെ ആബ്സെൻസിൽ ആ വർക്ക് ചെയ്യുന്ന ഡെപ്യൂട്ടി ചെയർമാൻ. അപ്പൊ അപ്പർ ഹൗസ് ആണെങ്കിൽ അത് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ. ഇനി ലോവർ ഹൗസ് ആണെങ്കിൽ അത് ലോക്സഭ ആയിക്കോട്ടെ, സ്റ്റേറ്റ് അസംബ്ലി ആയിക്കോട്ടെ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിക്കോട്ടെ, അവിടെ നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസറെ വിളിക്കുന്ന പേരെന്താണ്? സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ. ഇത് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ സ്പീക്കറിനെ എലക്ട് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറിനെ, അപ്പൊ ലോക്സഭയിലെയും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെയൊക്കെ അവരെ എലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് മെജോറിറ്റി മതി? സിമ്പിൾ മെജോറിറ്റി മതി. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അപ്പൊ ഇവിടെ നമുക്ക് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, എന്താണ്? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ സ്പെഷ്യൽ മെജോറിറ്റിന്റെ ടൈപ്സ് ഓഫ് മെജോറിറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവിടെ ഇത് ഞാൻ കൂടുതലായിട്ട് പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു തരാം, പബ്ലിക്കായിട്ട് അത് ചെയ്തു തരാം. കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 368 വളരെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഈ ഫെഡറൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷന് നമ്മൾ അമെൻഡ് ചെയ്യാൻ പോവുകയാണ് ആർട്ടിക്കിൾ 368 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ അമെൻഡ് ചെയ്യുകയാണെങ്കിൽ
ആ അമെൻഡ് ചെയ്യുന്ന പ്രൊവിഷൻ ഫെഡറൽ ഇന്ത്യയുടെ ഫെഡറൽ ഫീച്ചേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന പ്രൊവിഷൻ ആണെങ്കിൽ അവിടെ പാർലമെന്റ്, അതായത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും മെജോറിറ്റി മാത്രം പോരാ, ആ സ്പെഷ്യൽ മെജോറിറ്റി മാത്രം പോരാ, പിന്നെന്ത് വേണം? ഹാഫ് ഓഫ് ദി പകുതി സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ അപ്രൂവലും കൂടി വേണം, റാറ്റിഫിക്കേഷനും കൂടി വേണം. അപ്പൊ അവിടെ ലോക്സഭയിലും രാജ്യസഭയിലും സ്പെഷ്യൽ മെജോറിറ്റി ആണെങ്കിൽ സ്റ്റേറ്റിലോട്ട് ആ ബില്ല് സ്റ്റേറ്റിലോട്ട് എത്തുമ്പോൾ, സ്റ്റേറ്റിന്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോട്ട് ചെല്ലുമ്പോൾ അവിടെ വേണ്ട മെജോറിറ്റി എന്താണ്? സിമ്പിൾ മെജോറിറ്റി ആണ്. കൺഫ്യൂഷൻ ആകരുത്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് അപ്രൂവ് ചെയ്യുന്നത് സിമ്പിൾ മെജോറിറ്റിയിലാണ്, മറിച്ച് ലോക്സഭയിൽ അത് സ്പെഷ്യൽ മെജോറിറ്റി ആണ്. എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി എമർജൻസിയിലോട്ട് വരുമ്പോൾ ഓക്കെ, നമുക്കറിയാം ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഒക്കെ നമ്മുടെ മെയിൻസിന്റെ സിലബസ്, പ്രിലിംസിന് ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സിനെ പറയുന്നുള്ളൂ. മറിച്ച് മെയിൻ സിലബസിൽ ചില കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അവർ എടുത്ത് പറയുന്നുണ്ട്. 42, 44, ഓക്കെ, അതേപോലെ തന്നെ 73, 74, 73, 74. അപ്പോൾ കുറെ പിന്നെ ഈ റീസെന്റ് ആയിട്ടുള്ള 101, 102, 103, 104 എന്നൊക്കെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് എന്ത്? 42ഉം 44ഉം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള. ഓക്കെ, അപ്പൊ ആ 42, 44 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ 42, 44 എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഓക്കെ, ഈ 42, 44 എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിലുണ്ടായ എമർജൻസി കാലഘട്ടത്തിലാണ്. നമുക്കറിയാം 1975 to 77, 1977ലാണ് നാഷണൽ എമർജൻസി ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് അവിടെ പ്രൊക്ലെയിം ചെയ്യുന്നു. പ്രസിഡന്റ് ആണ് അത് പ്രൊക്ലെയിം ചെയ്യുന്നതെങ്കിലും ഗവൺമെന്റ് പറഞ്ഞു, ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രസിഡന്റ് അത് ചെയ്തത്. ഓക്കെ, അപ്പോ അന്ന്, അതായത് നാഷണൽ എമർജൻസിക്ക് ആ കാലഘട്ടം, അന്ന് നാഷണൽ എമർജൻസി ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് പ്രൊക്ലെയിം ചെയ്തത്, അന്ന് അന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് പാർലമെന്റ് അപ്രൂവ് ചെയ്യണം. ഓക്കെ, പ്രസിഡന്റ് പ്രൊക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പാർലമെന്റ് അപ്രൂവ് ചെയ്യണം. അപ്പൊ അന്ന് പാർലമെന്റിനെ അപ്രൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് മതിയായിരുന്നു? സിമ്പിൾ മെജോറിറ്റി മതിയായിരുന്നു. പക്ഷേ ഈ നാഷണൽ എമർജൻസിന്റെ അതുണ്ടാക്കിയ ഇമ്പാക്ട് ഓപ്പോസിഷൻ പാർട്ടി മനസ്സിലാക്കിയപ്പോൾ പിന്നീട് വന്ന നാഷണൽ എമർജൻസിക്ക് ശേഷം നടന്ന ജനറൽ ഇലക്ഷനിൽ അധികാരത്തിലേറിയ ജനതാ പാർട്ടി ഗവൺമെന്റ്, മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്ററായ ജനതാ പാർട്ടി ഗവൺമെന്റ് ആണ് 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് കൊണ്ടുവന്നത് ആരാണ്? 1978 എമർജൻസി പിറ്റത്തെ വർഷം എമർജൻസി സ്റ്റോപ്പ് ആയിട്ട് റിവോക്ക് ചെയ്തിട്ട് പിറ്റത്തെ വർഷം 77ലാണ് എമർജൻസി റിവോക്ക് ചെയ്യുന്നത്. 75 ഇമ്പോസ് ചെയ്തു, 77 അത് റിവോക്ക് ചെയ്തു, 78ലാണ് ഈ 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പാസ്സാക്കിയത് 1976ലാണ്. ഇത് ഓർത്ത് വെക്കണം. ഇത് ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം. 42ഉം 44ഉം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് നിങ്ങൾ പഠിക്കാൻ നേരത്ത് കമ്പയർ ചെയ്ത് പഠിക്കണം. ഓക്കെ, 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പാസ്സാകുന്നത് എമർജൻസി നിലനിൽക്കുമ്പോഴാണ്, എമർജൻസി കാലഘട്ടത്തിലാണ്. അപ്പൊ അതിൽ ആ 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഒരുപാട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ആ 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിനെ നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് അമെൻമെന്റ്സ് കൊണ്ടുവന്നു 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ഓക്കെ, അപ്പൊ ആ 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വന്ന പല അമെൻമെന്റ്സിലും കുറെ മാറ്റങ്ങൾ ആര് വരുത്തി? 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വരുത്തി. ഓക്കെ, അപ്പൊ അതില് 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് കൊണ്ടുവന്ന അപ്പൊ ഇത് ഇന്റർ റിലേറ്റഡ് ടോപ്പിക് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ത് ചെയ്തു? ഓക്കെ, ഇനി മുതൽ നാഷണൽ എമർജൻസി പ്രസിഡന്റ് പ്രൊക്ലെയിം ചെയ്താൽ അത് പാർലമെന്റ് അപ്രൂവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ട മെജോറിറ്റി സിമ്പിൾ അല്ല, സ്പെഷ്യൽ മെജോറിറ്റി ആക്കി മാറ്റി. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ പ്രിലിംസിനൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രിലിംസിലെ എമർജൻസി പ്രൊവിഷൻ സിലബസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അന്ന് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടൈപ്പ് എമർജൻസി പഠിച്ചിട്ടുണ്ട്. എന്താണ്? നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, അതിന് വേറൊരു പേര് പറയുന്നത് ഇതിൽ പറയുന്നത് പ്രസിഡന്റ് റൂൾ എന്നാണ്. ഓക്കെ,
അതേപോലെ ഫിനാൻഷ്യൽ എമർജൻസി. ഇവിടെ മാത്രം നാഷണൽ എമർജൻസിയിൽ മാത്രമേ ഈ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് മാറ്റം വരുത്തിയുള്ളൂ. ബാക്കി പ്രസിഡന്റ് റൂളിലും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ എമർജൻസിന്റെ കേസിലും എന്ത് മെജോറിറ്റിയാണ് സെറ്റ് ചെയ്തത് അത് തന്നെയാണ്, സിമ്പിൾ മെജോറിറ്റി തന്നെയാണ്. അപ്പൊ അത് ഓർത്ത് വെക്കണം കേട്ടോ, അത് ഓർത്ത് വെക്കണേ. അപ്പൊ അതാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ നോക്കുമ്പോൾ ഓക്കെ, ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനും പ്രസിഡന്റ് റൂള് പ്രൊക്ലെയിം ചെയ്യാനും എന്ത് മെജോറിറ്റി മതി? സിമ്പിൾ മെജോറിറ്റി മതി. മറിച്ച് ആർട്ടിക്കിൾ 352 പ്രകാരം പ്രസിഡന്റ് പ്രൊക്ലെയിം ചെയ്ത നാഷണൽ എമർജൻസി പാർലമെന്റ് അപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് മെജോറിറ്റി വേണം? സ്പെഷ്യൽ മെജോറിറ്റി വേണം. അതുകൊണ്ടാണ് ഇവിടെ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഇവിടെ കാണാത്തത്. മറിച്ച് ഇനി നാഷണൽ എമർജൻസിയെ റിവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നാഷണൽ എമർജൻസി എടുത്തു മാറ്റാൻ, അല്ലെങ്കിൽ ഇനി വേണ്ട നാഷണൽ എമർജൻസിന്റെ കാലഘട്ടം കഴിഞ്ഞു എന്ന് അത് പറയാൻ വേണ്ടി, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നാഷണൽ എമർജൻസി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് മെജോറിറ്റി മതി? സിമ്പിൾ മെജോറിറ്റി മതി. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റിവോക്കേഷൻ, നാഷണൽ എമർജൻസി റിവോക്ക് ചെയ്യാൻ നമുക്ക് എന്ത് മെജോറിറ്റി മതി? സിമ്പിൾ മെജോറിറ്റി മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇനിയുണ്ട് പ്രൊവിഷൻസ് ഒക്കെ, പക്ഷെ നമുക്കിപ്പോ തൽക്കാലം ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് ഇനി ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അവിടെ നമ്മൾ ഇത് പറയും, ഇതിന് സിമ്പിൾ മെജോറിറ്റി മതി, ഇവിടെ ഇന്ന മെജോറിറ്റി മതി. അപ്പൊ അതുകൊണ്ടാണ് ഈ ക്ലാസ് ഞാൻ ആദ്യത്തെ ക്ലാസ് ആക്കി പൊളിറ്റിയുടെ മെയിൻസിന്റെ ആദ്യത്തെ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സിമ്പിൾ മെജോറിറ്റി ക്ലിയർ ആയി. എവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ സിമ്പിൾ മെജോറിറ്റി യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങളും ആ പ്രൊവിഷൻസും ഒക്കെ നമുക്ക് മനസ്സിലായി. ഇനി രണ്ടാമത്തെ മെജോറിറ്റി എന്താണ്? അബ്സല്യൂട്ട് മെജോറിറ്റി. ഓക്കെ, അപ്പൊ ഇവിടെ അബ്സല്യൂട്ട് മെജോറിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സമയത്ത്, അതായത് നമ്മളിപ്പം സിമ്പിൾ മെജോറിറ്റി കൺസിഡർ ചെയ്ത് എങ്ങനെയായിരുന്നു? എന്താണ്? അവിടെ ആ ഹൗസിലുള്ള പ്രസന്റ് ആയവരിൽ ആരൊക്കെ വോട്ട് ചെയ്തു അവരെയാണ്, അവരുടെ മോർ ദാൻ 50% ആണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഹൗസിന്റെ ടോട്ടൽ സ്ട്രെങ്ത് നോക്കും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. അബ്സല്യൂട്ട് മെജോറിറ്റി പറയുമ്പോൾ എവിടെയെല്ലാം അബ്സല്യൂട്ട് മെജോറിറ്റി പറയുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത്, അവിടെ നമ്മൾ മെജോറിറ്റി നോക്കുന്നത് ആ ഹൗസിന്റെ ടോട്ടൽ സ്ട്രെങ്ത് ആണ്. അപ്പോ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിന്റെ ടോട്ടൽ സ്ട്രെങ്ത് എന്താണ്? 140 ആണ്. അപ്പൊ ഈ 140ന്റെ 50% കൂടുതലായിരിക്കണം. അതിനെയാണ്. അപ്പൊ അവിടെ ആരെങ്കിലും ആബ്സെന്റ് ആണോ, അല്ലെ ആരെങ്കിലും വേക്കൻസി ഉണ്ടോ, ഇതൊന്നും നമ്മൾ നോക്കാറില്ല. ടോട്ടൽ. അപ്പൊ ഇനിയിപ്പോ ലോക്സഭയിലാണെങ്കിൽ എന്താണ്? 543 ടോട്ടൽ സ്ട്രെങ്ത്. അതിന്റെ 50% കൂടുതലായാൽ എന്തായി? അത് അബ്സല്യൂട്ട് മെജോറിറ്റി ആയി. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? ആ ഹൗസിന്റെ ടോട്ടൽ കപ്പാസിറ്റി ആണ്. അവിടെ നമ്മൾ എന്ത് നോക്കുന്നില്ല? ആരെങ്കിലും ആബ്സെന്റ് ആണോ, അല്ലെങ്കിൽ ആരെങ്കിലും അബ്സ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്നു, അതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അബ്സല്യൂട്ട് മെജോറിറ്റിയിൽ പരിഗണിക്കുന്നില്ല. അപ്പൊ മോർ ദാൻ 50%, ഇത് വളരെ ഡെഫിനിഷൻ നോക്കിക്കോളൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ്. എന്താണ് അബ്സല്യൂട്ട്? മോർ ദാൻ 50% ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദി ഹൗസ്. എക്സാമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്കറിയാം ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 543 അപ്പോൾ ആ 543 നമുക്ക് 543ന്റെ 50% ആൻഡ് മോർ, 50% ആൻഡ് മോർ എന്ന് പറയുമ്പോൾ എന്താണ്? by 2. അതിനെ 2 കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ 50% ആക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കുക. അപ്പൊ നമുക്ക് by 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 271.5 ആണ്. ഓക്കെ, അപ്പോ 272 സീറ്റ് ഉണ്ടെങ്കിൽ 50% എന്ന് പറയുന്നത് 271.5 ആണ്. ഓക്കെ, അപ്പോ ലോക്സഭയിൽ അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത് അതിനെക്കാട്ടി കൂടുതൽ, മോർ ദാൻ 50% പറയുമ്പോൾ എത്ര മതി? 272. അപ്പോ 272 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സീറ്റുള്ള
പാർട്ടിക്ക് അല്ലെങ്കിൽ കോalitionന് കൂട്ടുകക്ഷിക്ക് എന്താണ് അതുണ്ടെങ്കിൽ 272 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും ആ പാർട്ടിക്ക് അല്ലെങ്കിൽ ആ കോalition എന്തുണ്ട് അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടെന്ന് പറയും. ഓക്കെ, അപ്പൊ അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബേസിക്കലി ഗവൺമെന്റ് ഫോർമേഷൻ ഒക്കെ നടത്താൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ റീസെന്റ് ആയിട്ട് തമിഴ്നാട് അസംബ്ലി ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു പാർട്ടിക്കും എന്തില്ല ഒരു അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നീട് പല ചെറിയ ചെറിയ പാർട്ടികളും മറ്റു കോalitionൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പാർട്ടികൾ സപ്പോർട്ട് ചെയ്ത് അബ്സല്യൂട്ട് മെജോറിറ്റി ആയപ്പോഴാണ് ഗവർണർ എന്ത് ചെയ്തത്, ഗവർണർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്നുള്ളത് അതൊരു കോൺട്രവേഴ്സിയാണ്, അതിലോട്ട് ഞാൻ പോകുന്നില്ല. നമ്മളിവിടെ കൺസെപ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗവൺമെന്റിന്റെ കോൺഫിഡൻസ് ആയിട്ട് ഒരു സ്വസ്ഥമായിട്ട് 5 വർഷം ഭരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം, അബ്സല്യൂട്ട് മെജോറിറ്റി വേണം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും അബ്സല്യൂട്ട് മെജോറിറ്റി വെച്ചിട്ട് ബില്ല് പാസ്സാക്കണമെന്നും എവിടെയും പറയുന്നില്ല, മോശം പാസ്സാക്കണമെന്നും പറയുന്നില്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും. പക്ഷെ ഇതിന്റെ അർത്ഥം നിങ്ങൾ ഈ അബ്സല്യൂട്ട് മെജോറിറ്റി പക്ഷെ എന്തിന് ആവശ്യമുണ്ട്, ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ആ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു കോalitionനോ ഒരു കൂട്ടുകക്ഷികൾക്കോ എന്ത് വേണം, 50% മേലെ സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതൊന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ്, ബില്ലൊന്നും പാസ്സാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഓക്കെ, മറിച്ച് ഗവൺമെന്റ് ഫോർമേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ മെജോറിറ്റി. അപ്പൊ സിമ്പിൾ മെജോറിറ്റിയും അബ്സല്യൂട്ട് മെജോറിറ്റിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, സിമ്പിൾ മെജോറിറ്റിയിൽ more than 50% ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആണെങ്കിൽ ഇവിടെ അബ്സല്യൂട്ട് more than 50% ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദി ഹൗസ് ആണ്. ഓക്കെ, അപ്പോൾ കാണാപ്പാടം പഠിക്കാണ്ട് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, മെയിൻസിന് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്, പ്രിലിംസ് പോലെ അല്ല. ഓക്കെ, ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം എന്ന് കഴിഞ്ഞു. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റേജ് 3 ഒരുപാട് ക്വസ്റ്റ്യൻ ഇപ്പോൾ കഴിഞ്ഞ ഈ 2026 3 സ്റ്റേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ കൺസെപ്റ്റ് ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മെയിൻസിന്റെ പണ്ടേ ഒരുപാട് കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഡിഗ്രി ലെവലിൽ. അപ്പോൾ ഉറപ്പായിട്ടും ഒരുപാട് കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്ന എക്സാമുകളിൽ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ത്യൻ പോളിറ്റിയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, ഇനി മൂന്നാമത്തത് എന്താണ്, എഫക്റ്റീവ് മെജോറിറ്റി. ഓക്കെ, ഇത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് എഫക്റ്റീവിന്റെ അർത്ഥം? അതായത് ഏതെങ്കിലും സീറ്റ് വേക്കൻ്റ് ആയാൽ, എം ടി സീറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ലോക്സഭയുടെ കേസ് എടുക്കാം, 543 സീറ്റ്. ഓക്കെ, 543 ആണിത്. അപ്പൊ അതില് ഏതെങ്കിലും ഒരു ഇവിടെ ലോക്സഭ ആയതുകൊണ്ട് എം പി ഏതെങ്കിലും ഒരു എം പി മരിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എം പി റിസൈൻ ചെയ്തു. അപ്പൊ റെസിഗ്നേഷൻ കൊണ്ടോ റിസൈൻ ചെയ്തത് കൊണ്ടോ, ഒരാൾ റിസൈൻ ചെയ്തു അല്ലെങ്കിൽ ഒരാൾ പെട്ടെന്ന് മരിച്ചു, അല്ലെങ്കിൽ അയാളെ എം പി ആയിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്തു. നമ്മുടെ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർഷിപ്പ് എന്നുള്ള ആ ഒരു ടോപ്പിക് നമുക്ക് സ്റ്റേറ്റിലുണ്ട്, സെൻട്രലിലും നമുക്ക് പഠിക്കാനുണ്ട്. മെമ്പർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഹൗസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ ഡിസ്ക്വാളിഫിക്കേഷൻ അതായത് ഇപ്പൊ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് എന്ത്, കൂറുമാറ്റം കാരണം, ആന്റി ഡിഫെക്ഷൻ കാരണം. അപ്പോൾ ഒരാളെ ഡിസ്ക്വാളിഫിക്കേഷൻ കൊണ്ട് അയാൾക്ക് മെമ്പർഷിപ്പ് നഷ്ടമായാൽ, റിസൈൻ ചെയ്താൽ, അയാൾ മരിച്ചു പോയാൽ അയാളുടെ സീറ്റ് വേക്കൻ്റ് ആവും. പിന്നീട് ഒരു ഇലക്ഷൻ അവിടെ ഇലക്ഷൻ നടക്കുന്നവരെ ആ സീറ്റ് വേക്കൻ്റ് ആവും. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാനിപ്പോ ഈ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏറ്റവും റീസെന്റ് ആയിട്ട് ഇത് മനസ്സിലാക്കാൻ എടുക്കാൻ പറ്റുന്നത്, ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ ഇലക്ഷൻ നടന്നപ്പോൾ എന്ത് സംഭവിച്ചു, 140 MLA മാരുണ്ട്, അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ തമിഴ്നാട്ടിൽ വന്നപ്പോൾ വിജയ് 2 സീറ്റിൽ നിന്ന് മത്സരിച്ചു. അപ്പോൾ മത്സരിക്കാൻ പറ്റും, പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ ഒരു സീറ്റ് അത് റിസൈൻ ചെയ്യേണ്ടി വരും. അപ്പം ആ ഒരു സീറ്റ് വിജയ് റിസൈൻ ചെയ്തു. പിന്നീട് നമുക്കറിയാം അവിടെ തമിഴ്നാട് പൊളിറ്റിക്സ് നോക്കിയാൽ നമുക്കറിയാം കുറച്ച് MLA മാര്
റിസൈൻ ചെയ്തു. മറ്റേ ഓപ്പോസിഷൻ പാർട്ടിയുടെ DMKയുടെ പാർട്ടിയിൽ നിന്ന് കുറച്ച് MLA റിസൈൻ ചെയ്ത് എന്നിട്ട് TVKയിൽ ജോയിൻ ചെയ്തു. അപ്പൊ ഇപ്പോ തമിഴ്നാട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സീറ്റ്സ് അവിടെ വേക്കന്റ് ആണ്. അത് കൂടുതലും ആ വേക്കൻസി ഉണ്ടാകാനുള്ള കാരണം റെസിഗ്നേഷൻ കാരണമാണ്. ഓക്കെ, ഇനി കുറച്ച് പേര് വേണമെങ്കിൽ ചിലപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവിടെ വിജയ് ഗവൺമെന്റ് അവിടെ ഇത് ഭൂരിപക്ഷം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഓപ്പോസിഷൻ പാർട്ടിയിലെ കുറെ MLA എന്ത് ചെയ്തു, അവരുടെ പാർട്ടിയുടെ വിപ്പ് എതിർത്ത് എന്ത് ചെയ്തു, വോട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആന്റി ഡിഫെക്ഷൻ ലോ പഠിക്കാൻ നേരത്ത്. അപ്പൊ ആന്റി ഡിഫെക്ഷൻ ലോ ആയിട്ട് ബന്ധപ്പെട്ട് അത് 10ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നുണ്ട്. 2 ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് സിലബസിൽ ഉണ്ട്. 2 ഇമ്പോർട്ടന്റ്, അതായത് 52ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റും 91ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റും. അത് നിങ്ങളുടെ സിലബസ് നോക്കിയാൽ, മെയിൻസിന്റെ സിലബസ് നോക്കിയാൽ ഇത് 2 മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കറണ്ട് അഫെയർ ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് എന്തായാലും ഈ വർഷം ഡിഗ്രി മെയിൻസിന് ഒരു ചോദ്യം വരും. അപ്പൊ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സിൽ അത് നമുക്ക് പഠിക്കാം. അപ്പൊ ഇവിടെ ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഈ എഫക്റ്റീവ് മെജോറിറ്റി എന്താണ്, ഈ empty സീറ്റ്സ് അല്ലെങ്കിൽ എന്താണ് വേക്കൻസി എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോ ആ വേക്കന്റ് ആയ അല്ലെങ്കിൽ empty ആയ സീറ്റ്സ് കുറച്ചിട്ട് ബാക്കിയുള്ള സ്ട്രെങ്ത് എത്ര പേരുണ്ട്, അതാണ് എഫക്റ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, വേക്കന്റ് സീറ്റ്സ് മാറ്റിയിട്ട്, അപ്പോൾ അതാണ് നമ്മൾ എന്ത് പറയുന്നത്, എഫക്റ്റീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മോർ ദാൻ 50% ഓഫ് ദി എഫക്റ്റീവ് സ്ട്രെങ്ത്, മോർ ദാൻ 50. അപ്പോൾ ഇവിടെ മറ്റേടത്ത് അബ്സൊല്യൂട്ട് മെജോറിറ്റിയിൽ എന്തായിരുന്നു, ടോട്ടൽ മെമ്പർഷിപ്പിന്റെ മോർ ദാൻ 50% ആണെങ്കിൽ, ടോട്ടൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ടോട്ടൽ മെമ്പർഷിപ്പിന്റെ അല്ലെങ്കിൽ ടോട്ടൽ സ്ട്രെങ്ത്തിന്റെ ആണെങ്കിൽ, ഇവിടെ എഫക്റ്റീവ് സ്ട്രെങ്ത് ആണ്. അപ്പൊ എഫക്റ്റീവ് സ്ട്രെങ്ത് നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സിനെ അല്ലെങ്കിൽ എഫക്റ്റീവ് സ്ട്രെങ്ത് ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സിനെ എന്ത് ചെയ്യും, ടോട്ടൽ മെമ്പർഷിപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, വേക്കന്റ് ടോട്ടൽ സീറ്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ടോട്ടൽ മെമ്പർഷിപ്പിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യും, വേക്കന്റ് സീറ്റ്സ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എഫക്റ്റീവ് സ്ട്രെങ്ത് കിട്ടും. അപ്പൊ ടോട്ടൽ സ്ട്രെങ്ത്തിൽ നിന്ന് വേക്കൻസീസ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, എഫക്റ്റീവ് സ്ട്രെങ്ത് കിട്ടും. ഓക്കെ, അപ്പൊ വേക്കൻസീസ് ഞാൻ കാരണം പറഞ്ഞു, ഡെത്തോ റെസിഗ്നേഷനോ ഡിസ്ക്വാളിഫിക്കേഷനോ ഒക്കെ കൊണ്ട് എന്ത് സംഭവിക്കാം, വേക്കൻസീസ്. അപ്പോൾ എഫക്റ്റീവ് സ്ട്രെങ്ത് എന്താണെന്ന് അറിയണം. എങ്ങനെയാണ് എഫക്റ്റീവ് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് അറിയണം. ടോട്ടൽ സ്ട്രെങ്ത്തിൽ നിന്ന്, ടോട്ടൽ സ്ട്രെങ്ത് ഉദ്ദേശിക്കുന്ന ടോട്ടൽ മെമ്പർഷിപ്പിൽ നിന്ന് വേക്കൻസീസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, എഫക്റ്റീവ് സ്ട്രെങ്ത് കിട്ടും. ആ എഫക്റ്റീവ് സ്ട്രെങ്ത്തിന്റെ 50% കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ആ മെജോറിറ്റിക്ക് പറയുന്ന പേരാണെന്ത്, എഫക്റ്റീവ് മെജോറിറ്റി. ആ മെജോറിറ്റിക്ക് പറയുന്ന പേരാണെന്ത്, എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ എവിടേക്കാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, ഇനി എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഓക്കെ, ഈ ഞാൻ പറഞ്ഞു പ്രിസൈഡിങ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ, പ്രിസൈഡിങ് ഓഫീസേഴ്സിന് ഞാൻ എന്താ പറഞ്ഞത്, ലോവർ ഹൗസ് ആണെങ്കിൽ പ്രിസൈഡിങ് ഓഫീസേഴ്സിനെ വിളിക്കുന്നത് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ എന്നാണെങ്കിൽ, അപ്പർ ഹൗസിലാണെങ്കിൽ നമ്മൾ പ്രിസൈഡിങ് ഓഫീസേഴ്സിനെ പറയുന്നത് ചെയർമാൻ ആൻഡ് വൈസ് ചെയർമാൻ ആണ്. നമുക്കറിയാം പാർലമെന്റിലോട്ട് പോകുമ്പോൾ, സെൻട്രൽ ലെജിസ്ലേച്ചറിലോട്ട് പോകുമ്പോൾ നമ്മൾ അപ്പർ ഹൗസിനെ വിളിക്കുന്ന പേരാണ് രാജ്യസഭ. ആ രാജ്യസഭ ചെയർമാൻ എന്ന് പറയുന്നത് ഡിഫാക്റ്റോ പോസ്റ്റ് ആണ്. ആരാണോ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്, അയാളായിരിക്കും രാജ്യസഭാ ചെയർമാൻ. ഓക്കെ, അപ്പൊ രാജ്യസഭാ ചെയർമാനെയോ അല്ലെങ്കിൽ രാജ്യസഭയെ വൈസ് ചെയർമാനെ, അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സ്ഥലങ്ങളാണ് അവിടുത്തെ ചെയർമാൻ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർമാനെയോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാനെയോ. ഇനി സ്പീക്കർ, അതായത് ലോക്സഭ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ഇവരൊക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ട മെജോറിറ്റി എന്താണ്, എഫക്റ്റീവ് മെജോറിറ്റി ആണ്. ഓക്കെ, അപ്പൊ വൈസ് പ്രസിഡന്റിനെ എങ്ങനെ ഓർത്തു വെക്കണം, എന്താണ് വൈസ് പ്രസിഡന്റ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ രാജ്യസഭയുടെ ചെയർമാൻ ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ റിമൂവലിന് വേണ്ട മെജോറിറ്റി എന്താണ്, എഫക്റ്റീവ് മെജോറിറ്റി ആണ്. അപ്പോൾ വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ ചെയർമാൻ ആയതുകൊണ്ട് രാജ്യസഭയിൽ റിമൂവൽ ചെയ്യാൻ വേണ്ട മെജോറിറ്റി എന്താണ്, എഫക്റ്റീവ്. അതേപോലെ തന്നെ സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കേസിലും രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാന്റെ കേസിലും അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ചെയർമാൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാം, എഫക്റ്റീവ് മെജോറിറ്റി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്, പ്രിസൈഡിങ് ഓഫീസേഴ്സ്. എവിടുത്തെ പ്രിസൈഡിങ് ഓഫീസർ,
ലെജിസ്ലേച്ചറിന്റെ, അത് സെൻട്രൽ ലെജിസ്ലേച്ചർ ആയിക്കോട്ടെ, സെൻട്രൽ ലെജിസ്ലേച്ചർ നമ്മൾ എന്താ വിളിക്കുന്നത്, പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആയിക്കോട്ടെ, അവർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെജോറിറ്റി ആണ് എന്ത് എഫക്റ്റീവ് മെജോറിറ്റി. അപ്പൊ നമ്മൾ 3 മെജോറിറ്റി പഠിച്ചു കഴിഞ്ഞു. സിമ്പിൾ മെജോറിറ്റി, ഓക്കെ, അബ്സല്യൂട്ട് മെജോറിറ്റി, മൂന്നാമത്തെ എന്താണ്, എഫക്റ്റീവ് മെജോറിറ്റി. ഇനി നാലാമത്തെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്പെഷ്യൽ മെജോറിറ്റിയിൽ 4 കാറ്റഗറി ഉണ്ട്. സ്പെഷ്യൽ മെജോറിറ്റിയിൽ 4 ടൈപ്പ് ഓഫ് സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി? വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ 3 മെജോറിറ്റി അല്ലാത്ത 3 മെജോറിറ്റി ഏതൊക്കെയാണ്? സിമ്പിൾ മെജോറിറ്റി, അബ്സല്യൂട്ട് മെജോറിറ്റി, എഫക്റ്റീവ് മെജോറിറ്റി. ഈ 3 മെജോറിറ്റി അല്ലാത്ത ഏത് മെജോറിറ്റിനെ നമുക്ക് എന്ത് പറയാം? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ പ്രൊവിഷൻ പ്രകാരം ഇത് 3 അല്ലാത്ത ഏത് മെജോറിറ്റിയും എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റിയാണ്. ഏത്? സിമ്പിൾ മെജോറിറ്റി അല്ലാത്ത, അബ്സല്യൂട്ട് മെജോറിറ്റി അല്ലാത്ത, എഫക്റ്റീവ് മെജോറിറ്റി അല്ലാത്ത ഏത് മെജോറിറ്റി, എനി മെജോറിറ്റി എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി ആണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഈ സ്പെഷ്യൽ മെജോറിറ്റി വെച്ചിട്ട് പാസ്സാകേണ്ട ബില്ലുകൾക്ക് വേണ്ട ഭൂരിപക്ഷം എന്ന് പറയുന്നത്, മെജോറിറ്റി എന്ന് പറയുന്നത് കുറച്ച് ഹൈ ആണ്, കുറച്ച് സ്ട്രിഞ്ചന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അമെൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷനറീസ്, സുപ്രീം കോടതി ജഡ്ജസിനെയൊക്കെ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജസിനെയൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹൈ മെജോറിറ്റി ആണ് എന്തെന്ന് പറയുന്നത്, സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഡെഫിനിഷൻ? സിമ്പിൾ മെജോറിറ്റി, അബ്സല്യൂട്ട് മെജോറിറ്റി, എഫക്റ്റീവ് മെജോറിറ്റി, ഇത് 3 അല്ലാത്ത ഏത് മെജോറിറ്റിയും എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റി ആണ്. നമുക്ക് 4 കാറ്റഗറി ഉണ്ട്, 4 ടൈപ്പ്, 4 കാറ്റഗറി ഉണ്ട്. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് ഓരോരോ ടൈപ്പിനെ വെച്ച് പഠിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ടൈപ്പ് 1 ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾ ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ ടൈപ്പ് 1 സ്പെഷ്യൽ മെജോറിറ്റിയിൽ 4 ടൈപ്പിൽ 1 ടൈപ്പ്. അപ്പൊ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷന്റെ അപ്പൊ രണ്ട് സ്ഥലങ്ങളിലാണ് മെയിൻ ആയിട്ടും നമ്മൾ ഈ ടൈപ്പ് 1 സ്പെഷ്യൽ മെജോറിറ്റി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ രാജ്യസഭ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ, പഠിക്കാത്ത ഒരാളല്ല, പഠിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കും, ലോക്സഭ രാജ്യസഭ പഠിക്കുമ്പോൾ രാജ്യസഭയ്ക്ക് നമുക്കറിയാം ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റത്തിൽ ലോക്സഭയ്ക്കാണ് കൂടുതൽ പവർ. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ മാറ്റേഴ്സിലൊക്കെ ബഡ്ജറ്റ് പാസ്സാക്കുന്നതിലൊക്കെ ഏറ്റവും പവർ ഉള്ളത് ലോക്സഭയ്ക്കാണ്. രാജ്യസഭയ്ക്ക് പല ബില്ല് പാസ്സാക്കുന്നതിലും പവർ കുറവാണ്. പക്ഷേ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വരുമ്പോൾ ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും ഒരേ പവറാണ്, സെയിം പവറാണ്. അല്ലാണ്ട് നോർമൽ ബിൽസ് ഒക്കെ വരുമ്പോൾ, ഓർഡിനറി ബില്ലൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ മണി ബില്ലൊക്കെ വരുമ്പോൾ ലോക്സഭയ്ക്ക് പവർ കൂടുതലാണ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വരും ക്ലാസ്സുകളിൽ പഠിക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, പക്ഷേ രാജ്യസഭയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്ത 2 സ്പെഷ്യൽ പവർ ആണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 249 ആർട്ടിക്കിൾ 312. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇത് ആദ്യമായിട്ട് ഇത് കാണുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കും, അയ്യോ സാർ, ഈ ആർട്ടിക്കിൾസ് ഒക്കെ എങ്ങനെ നമ്മൾ ഓർത്തിരിക്കും? ആർട്ടിക്കിൾസ് ഒക്കെ ഓർത്ത് വെക്കാൻ ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ കാണാപ്പാഠം പഠിക്കലല്ല, അതിനൊരു മെത്തഡോളജി ഉണ്ട്. അത് വരും ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫാക്ട്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട് എങ്ങനെ പഠിക്കണം, എങ്ങനെ നിങ്ങൾക്ക് തെറ്റില്ല. ഓക്കെ, അപ്പൊ അത് വരും ക്ലാസ്സുകളിൽ പറഞ്ഞുതരാം. നമുക്ക് ഇപ്പൊ തൽക്കാലം ഇങ്ങനെ അറിഞ്ഞിരിക്കുക, ആർട്ടിക്കിൾ 249 ആർട്ടിക്കിൾ 312 കുറിച്ച് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത് രണ്ടും എന്താണ്? രാജ്യസഭയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്ത സ്പെഷ്യൽ പവർ ആണ്. അപ്പൊ ഈ 2 ആർട്ടിക്കിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ആർട്ടിക്കിൾ 249 പറയുന്നത്, ഓക്കെ, സാധാരണ നമ്മൾക്കറിയാം നമ്മുടെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് കുറെ ഫെഡറൽ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും, അപ്പോൾ ഫെഡറലിസം അല്ലെങ്കിൽ ഫെഡറൽ ഫീച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ഗവൺമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് എന്ന് പറയുന്നത് ഫെഡറൽ എന്ന് പറയുന്നത്. വെച്ചാൽ സെൻട്രൽ യൂണിയൻ ലെവലിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാവും, പ്രൊവിൻഷ്യൽ ലെവൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടാവും. അങ്ങനെ 2 ഇമ്പോർട്ടന്റ് ഗവൺമെന്റ് ഉള്ള സെൻട്രൽ ലെവലും സ്റ്റേറ്റ് ലെവലും ഉള്ള ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്
ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഈ രണ്ട് ഗവൺമെന്റ് തമ്മിൽ എന്തുണ്ട്, ഒരു ഡിവിഷൻ ഓഫ് പവർ ചെയ്തിട്ടുണ്ട്. അവർ തമ്മിൽ ഒരു ഒരു അഗ്രിമെന്റ് ഉണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ആ അഗ്രിമെന്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എന്ത് ചെയ്തു, സെവൻത്ത് ഷെഡ്യൂളിൽ എന്ത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പവർ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. യൂണിയൻ ലിസ്റ്റിൽ കിടക്കുന്ന ഐറ്റംസ് ഒക്കെ ആർക്കുള്ളതാണ്, ആ പവർ ആർക്കാ ഉള്ളത്, അതിൽ നിയമങ്ങൾ പാസ്സാക്കാനുള്ള പവർ ആർക്ക് കൊടുത്തു, സെൻട്രൽ ഗവൺമെന്റിന് കൊടുത്തു, അല്ലെങ്കിൽ സെൻട്രൽ ലെജിസ്ലേച്ചറിന് കൊടുത്തു. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഐറ്റംസിനൊക്കെ നിയമം പാസ്സാക്കാൻ അതിന്റെ പവർ ആർക്ക് കൊടുത്തു, സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുത്തു. കൺകറന്റ് ലിസ്റ്റിലുള്ളത് രണ്ട് ഗവൺമെന്റിനും കൂടി കൊടുത്തു. അപ്പൊ അതെല്ലാം നമുക്ക് പഠിക്കാം, 7th ഷെഡ്യൂളും അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയ പ്രൊവിഷൻ അത് നമുക്ക് ഇപ്പൊ ജസ്റ്റ് അറിഞ്ഞിരിക്കും. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഐറ്റം നിയമം പാസ്സാക്കാനുള്ള പവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാ കൊടുത്തിട്ടുള്ളത്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനാണ്. പക്ഷേ ചില സമയത്ത് ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, സ്പെഷ്യൽ കേസസ് വരുമ്പോൾ, സ്പെഷ്യൽ സർക്കംസ്റ്റൻസിൽ യൂണിയൻ ലെജിസ്ലേച്ചറിന്, പാർലമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ചെയ്യുന്ന പണി ചെയ്യാൻ പറ്റും. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു ഐറ്റത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു നിയമം പാസ്സാക്കാൻ പറ്റും. അപ്പൊ സാധാരണ സ്റ്റേറ്റ് ലിസ്റ്റിൽ മെൻഷൻ ചെയ്ത സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നിയമം പാസ്സാക്കാൻ ആർക്കേ പവർ ഉള്ളൂ, സ്റ്റേറ്റിനുള്ളൂ. പക്ഷെ സ്പെഷ്യൽ കേസിൽ ആർക്ക് പാസ്സാക്കാം, പാർലമെന്റിന് ആ നിയമം പാസ്സാക്കാം സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അപ്പൊ ആർട്ടിക്കിൾ 200 അങ്ങനെ അപ്പൊ ഒരു 5 കേസസ് ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതില് ഒരു കേസ് പറയുന്ന വെച്ചാൽ ആർട്ടിക്കിൾ 249 എന്താണ് പറയുന്നത് വെച്ചാൽ, രാജ്യത്തിന്റെ ഒരു നാഷണൽ ഇമ്പോർട്ടൻസിന്, മീൻസ് ഫോർ നാഷണൽ റീസൺസ് അല്ലെങ്കിൽ ഫോർ നാഷണൽ ഇമ്പോർട്ടൻസ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, മീൻസ് രാജ്യ താല്പര്യത്തിന് വേണ്ടി എന്താ പറയാ, പാർലമെന്റ് അല്ലെങ്കിൽ രാജ്യസഭക്ക് തോന്നുകയാണ്, എന്താണ്, പാർലമെന്റിന് ഒരു നിയമം പാസ്സാക്കാം തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, രാജ്യസഭയ്ക്ക് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാം. എന്താണ് പാർലമെന്റിന് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഐറ്റംസ് അങ്ങനെയല്ല അതിലും ബേസ് ചെയ്തിട്ട് ഒരു നിയമം പാസ്സാക്കാമെന്ന് ഒരു അപ്രൂവല് ആർക്ക് കൊടുക്കാം, രാജ്യസഭക്ക് കൊടുക്കാം. അപ്പൊ അതാണ് ആർട്ടിക്കിൾ 249 പറയുന്നത്. ആർട്ടിക്കിൾ 249 പറയുന്നത് എന്താണ്, ടു പാസ് എ രാജ്യസഭ അവിടെ. അപ്പോൾ പാർലമെന്റിന് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള സബ്ജക്റ്റിന് മേലെ നിയമം പാസ്സാക്കാനുള്ള, റെസൊല്യൂഷൻ പാസ്സാക്കാനുള്ള ആ പവർ മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 249. അപ്പൊ അവിടെ രാജ്യസഭ ഒരു പാസ്സാക്കുന്ന ആ റെസൊല്യൂഷന് വേണ്ട മെജോറിറ്റി ആണെന്ത്, സ്പെഷ്യൽ മെജോറിറ്റി കാറ്റഗറി 1 അല്ലെങ്കിൽ ടൈപ്പ് 1 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം ഓൾ ഇന്ത്യ സർവീസസ്. ഇപ്പൊ നിലവിൽ 3 ഓൾ ഇന്ത്യ സർവീസസ് ആണ്. ഇപ്പൊ സിവിൽ സർവീസസ് ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, സർവീസസ് അണ്ടർ ദി യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ സിലബസിലുണ്ട്. അപ്പൊ അത് പിന്നെ കേരള ഗവർണൻസിൽ കേരള സിവിൽ സർവീസ് എന്നുള്ള സിലബസും ഉണ്ട്. അപ്പൊ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾ ഇന്ത്യ സർവീസസ് അത് സെൻട്രൽ ഗവൺമെന്റ് അവരെ റിക്രൂട്ട് ചെയ്യുന്നെങ്കിലും അവർ അലോട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് കാറ്ററിലാണ്. അപ്പം നിലവില് നമുക്ക് 3 ഓൾ ഇന്ത്യ സർവീസ് ആണുള്ളത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, IPS, IAS, IPS, പിന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. മാറിപ്പോറതെ, ഫോറസ്റ്റ് സർവീസ്, ഫോറിൻ അല്ല, ഫോറസ്റ്റ് സർവീസ്. ഫോറിൻ സർവീസ് സെൻട്രൽ സർവീസ് ആണ്. അപ്പൊ നിലവില് 3 ഓൾ ഇന്ത്യ സർവീസസേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ഞാൻ ഓൾറെഡി സിവിക്സിന്റെ PYQ ഡിസ്കഷൻ ഇതൊക്കെ ഡിസ്കസ് ചെയ്താണ്. പക്ഷെ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ 3. അപ്പൊ ഇനി പാർലമെന്റിന് ഒരു പുതിയതായിട്ട് ഒരു ഓൾ ഇന്ത്യ സർവീസസ് ക്രിയേറ്റ് ചെയ്യണം. ഒരു ഉദാഹരണം പറയാം, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസസ്, അല്ലെങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സർവീസസ്, അല്ലെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ സർവീസസ് എന്നൊക്കെ പറഞ്ഞൊരു പുതിയൊരു ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും എന്ത് ചെയ്യണം, ആദ്യം ആരുടെ അപ്രൂവൽ വേണം, രാജ്യസഭ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഏത് മെജോറിറ്റിയിൽ, ഈ പറയുന്ന മെജോറിറ്റി. ആ മെജോറിറ്റി എന്താണെന്നുള്ളത്, അപ്പൊ എന്താണ് ആ മെജോറിറ്റി എന്ന് പറയുന്നത്, 2/3 ഓഫ് ദി മെമ്പേഴ്സ്. അപ്പൊ ടൈപ്പ് 1 മെജോറിറ്റി എന്ന് പറയുന്നത് എന്താണ്, 2/3 ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. 2/3 ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. ഈ പ്രസന്റ് ആൻഡ് വോട്ടിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ എവിടെയോ പഠിച്ചല്ലോ. എവിടെയാണ്,
സിമ്പിൾ മെജോറിറ്റി പഠിച്ചപ്പോൾ നമ്മൾ അവിടെ പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. പക്ഷെ ഇവിടെ ഇത് അവിടെ എന്തായിരുന്നു, സിമ്പിൾ മെജോറിറ്റിക്ക് എന്തായിരുന്നു, മോർ ദാൻ 50%. 50% എന്ന് പറയുമ്പോൾ ഹാഫ് ആണ്, മോർ ദാൻ ഹാഫ് ഓഫ് ദി മെമ്പേഴ്സ് ആണ് 50% എന്ന് പറയുന്നത്. ഇവിടെ അതല്ല, ഹാഫ് അല്ല, 2/3 ആണ്. അപ്പൊ മോർ നോട്ട് ലെസ് ദാൻ വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മോർ ദാൻ, അത് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണുമ്പോൾ അതിൽ കൂടുതൽ 2/3 ഓഫ് ദി മെമ്പേഴ്സ്. അപ്പൊ ആ 2/3 ഓഫ് ദി മെമ്പേഴ്സ് കിട്ടിയാൽ മതി. 2/3 നോട്ട് ലെസ് ദാൻ ഉദ്ദേശിക്കുന്നത് 2/3 ആയാൽ മതി, അതിൽ താഴെ വരാൻ പാടില്ല. 2/3 താഴെ പോകാൻ പാടില്ല. ഓക്കെ, അപ്പോ 2/3 ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് അപ്രൂവ് ചെയ്താൽ, നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് അപ്രൂവൽ ചെയ്താൽ, അത് മാത്രമാണ് ക്രൈറ്റീരിയ എങ്കിൽ നമ്മൾ പറയും സ്പെഷ്യൽ മെജോറിറ്റി ഏതാണ്, ടൈപ്പ് 1. അപ്പൊ നമ്മൾ അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെയാണ്, സ്പെഷ്യൽ മെജോറിറ്റി ടൈപ്പ് 1 എവിടെയാണ് ഉപയോഗിക്കുന്നത്, പുതിയതായിട്ട് ഒരു ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 312 പ്രകാരം അല്ലെങ്കിൽ 249 പ്രകാരം രാജ്യസഭ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ്. എന്താണ്, നമുക്ക് പാർലമെന്റിന് എന്ത് ചെയ്യാം, സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു സബ്ജക്റ്റിന് മേലെ എന്ത് ചെയ്യാം, ഒരു നിയമം പാസ്സാക്കാമെന്നുള്ളത്. ഇതാണ് ടൈപ്പ് 1. ഇനി ടൈപ്പ് 2, ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് 2 എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 368, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 368 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രൊസീജിയർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണത്, ആർട്ടിക്കിൾ 368. അപ്പൊ ആർട്ടിക്കിൾ 368 പറഞ്ഞിട്ടുള്ള മെജോറിറ്റി, ഒരു മെജോറിറ്റി, ഒരു ആർട്ടിക്കിൾ 368 പറഞ്ഞിട്ടുള്ള ഒരു മെജോറിറ്റി എന്താണ്, ഈ പറയുന്ന ഈ ടൈപ്പ് 2 മെജോറിറ്റി ആണ്. ഓക്കെ, അപ്പൊ അതേപോലെ ഞാൻ മുമ്പ് നാഷണൽ ആർട്ടിക്കിൾ 352 എന്താണ്, നാഷണൽ എമർജൻസിയാണ്. അപ്പോൾ നാഷണൽ എമർജൻസി പ്രസിഡന്റ് പ്രൊക്ലെയിം ചെയ്താൽ അതിന് പാർലമെന്റ് അപ്രൂവൽ വേണം. അവിടെ പാർലമെന്റ് കൊടുക്കുന്ന അപ്രൂവൽ എന്തായിരിക്കണം, എത്ര മെജോറിറ്റിയാണ് വേണ്ടത്, 2/3. ഈ പറയുന്ന ടൈപ്പ് 2 ആണ്, ടൈപ്പ് 2 മെജോറിറ്റി ആണ്. അപ്പൊ ആദ്യം എന്താണ്, ടൈപ്പ് 2 മെജോറിറ്റി എന്താണെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് ഈ ടൈപ്പ് 2 മെജോറിറ്റി എവിടെയൊക്കെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉപയോഗിക്കുന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ, അപ്പോൾ ഇവിടെ ടൈപ്പ് 2 കോമ്പിനേഷൻ നടക്കുന്നുണ്ട്. ടൈപ്പ് 2 രണ്ട് കോമ്പിനേഷൻ ഉണ്ട്. ഒന്ന് ടൈപ്പ് 1 കോമ്പിനേഷൻ. ടൈപ്പ് 1 സ്പെഷ്യൽ മെജോറിറ്റിയിൽ നമ്മൾ ടൈപ്പ് 1 പഠിച്ച കാര്യം എന്താണ്, ടൈപ്പ് 1 നമ്മൾ പഠിച്ചത് സ്പെഷ്യൽ മെജോറിറ്റി ടൈപ്പ് 1 എന്താണ്, നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. അപ്പൊ അത് വേണം, 2/3 ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ഒരു കാര്യം, 2/3 ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്, അബ്സല്യൂട്ട് മെജോറിറ്റിയും കൂടി വേണം. അപ്പൊ ഇത് രണ്ടും ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അബ്സല്യൂട്ട് മെജോറിറ്റി എന്താണെന്ന് നമുക്കറിയാം, മോർ ദാൻ 50% ഓഫ് ദി ടോട്ടൽ മെമ്പർഷിപ്പ് ആണ് അബ്സല്യൂട്ട് മെജോറിറ്റി. അപ്പോൾ രണ്ട് കാര്യം കൂടി നിർബന്ധമാണ്. ഈ രണ്ട് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ആ ബില്ല് സ്പെഷ്യൽ മെജോറിറ്റി ടൈപ്പ് 2 പ്രകാരം പാസ്സാവുള്ളൂ. അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഈ 2/3 എന്ന് പറയുന്നത് ഏകദേശം 66.6% അല്ലേ, അപ്പോ അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത് 50% അല്ലേ, അപ്പൊ എന്തിനാണ് ഈ രണ്ടാമത്തെ പ്രൊവിഷൻ എന്ന് നിങ്ങളോട് ചോദിക്കാം. അപ്പൊ എവിടെയാണ് നിങ്ങൾ ഈ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇവിടെ നോക്കിയേ, 300 പേര് 300 പേരെ, അതായത് 543 മെമ്പേഴ്സ് ഉള്ള 543 മെമ്പേഴ്സ് ഉള്ള ലോക്സഭയില് 300 പേര് മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ, പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ചെയ്തുള്ളൂ. 300 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ 300 പേര് വോട്ടിങ്ങും പ്രസന്റും ചെയ്തത് 300 പേര് മാത്രമാണ്. അപ്പൊ അവിടെ 2/3, 300 പേര് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് എന്ന് പറയുമ്പോൾ 2/3 എന്ന് പറയുന്നത് 200 സീറ്റ് പോരെ, 200 പേരുടെ അപ്രൂവൽ പോരെ. 2/3 എന്ന് പറയുന്നത് 300 2/3 എന്ന് പറയുന്നത് 200 അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ അപ്പൊ ഈ 300 പേര് ലോക്സഭയിൽ ഉണ്ടായിരുന്നു.
ആ 300 പേരിൽ 200 പേര് ആ ബില്ലിനെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ 2/3 ഈ ഫസ്റ്റ് കണ്ടീഷൻ ക്വാളിഫൈ ചെയ്തു. പക്ഷേ രണ്ടാമത്തെ കണ്ടീഷൻ ഇത് ക്വാളിഫൈ ചെയ്തോ? ഇല്ല. കാര്യം എന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ടോട്ടൽ മെമ്പർഷിപ്പ്, ലോക്സഭയുടെ ടോട്ടൽ മെമ്പർഷിപ്പ് എത്രയാണ്? 543 അതിന്റെ 50% എന്ന് പറയുമ്പോൾ, മോർ ദാൻ 50% എന്ന് പറയുമ്പോൾ 272 വേണം. 272 വേണം. അപ്പോ ഇവിടെ ഈ കേസിൽ ഈ ബില്ല് പാസ് ആകണമെന്നുണ്ടെങ്കിൽ 300 പേര് പ്രസന്റ് ആയിരുന്നു, വോട്ട് ചെയ്തു, അതിൽ 200 പോരാ. അപ്പൊ ഈ ബില്ല് 200 പേര് മാത്രം പാസ്സായി കഴിഞ്ഞാൽ ആദ്യത്തെ കണ്ടീഷനിൽ അത് പാസ്സാവും, ടൈപ്പ് 1 പാസ്സാവും. പക്ഷെ ടൈപ്പ് 2 എന്ത് വേണം? 300 പേരാണ് പ്രസന്റ് ആണെങ്കിൽ കൂടിയും ഈ ടൈപ്പ് 2 ആകുമ്പോൾ 272 പേരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ആ ബില്ല് പാസ്സാവൂല. കാരണം രണ്ടാമത്തെ കണ്ടീഷൻ, അബ്സല്യൂട്ട് മെജോറിറ്റി എന്നുള്ള കണ്ടീഷൻ, അത് ഫുൾഫിൽ ആവൂല. 200 പേര് മാത്രം. പക്ഷെ ഫസ്റ്റ് കണ്ടീഷൻ ഫുൾഫിൽ ആവും. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ ഞാൻ നിങ്ങൾക്ക് ഇട്ടത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടൈപ്പ് 2 സ്പെഷ്യൽ മെജോറിറ്റി. ഈ ടൈപ്പ് 2 സ്പെഷ്യൽ മെജോറിറ്റി, അപ്പൊ രണ്ട് കണ്ടീഷൻ വേണം. എന്താണ്? ടൈപ്പ് 1 പറയുന്ന കണ്ടീഷൻ വേണം. ടൈപ്പ് 1 പറയുന്ന കണ്ടീഷൻ എന്താണ്? 2/3 ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഒന്നാമത്തെ കണ്ടീഷൻ അത്, രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? അബ്സല്യൂട്ട് മെജോറിറ്റി. ഇത് രണ്ടും ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ടൈപ്പ് 2 ആകുള്ളൂ. അപ്പൊ ടൈപ്പ് 2 പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഒരു കണ്ടീഷൻ ഇത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് ആർട്ടിക്കിൾ 368 പ്രകാരം പാസ്സാക്കുന്ന മിക്ക കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ലിനും വേണ്ട മെജോറിറ്റി എന്ന് പറയുന്നത് സ്പെഷ്യൽ മെജോറിറ്റി ടൈപ്പ് 2 ആണ്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 352 പ്രകാരം നാഷണൽ എമർജൻസി പ്രസിഡന്റ് പ്രൊക്ലെയിം ചെയ്ത അത് അപ്രൂവ് കൊടുക്കാൻ, ആ നാഷണൽ എമർജൻസി ഇമ്പോസ് ചെയ്യാനുള്ള അപ്രൂവൽ കൊടുക്കാനുള്ള മെജോറിറ്റി എന്താണ്? മെജോറിറ്റി എന്താണ്? ഈ പറയുന്ന ടൈപ്പ് 2 ആണ്. ഈ രണ്ട് കണ്ടീഷനും ഫുൾഫിൽ ചെയ്യണം. ഇത് എപ്പോഴാണ് ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ആഡ് ചെയ്തത്? ഈ പ്രൊവിഷൻ എപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആഡ് ചെയ്തത്? 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1978 ആണ് ഈ സ്പെഷ്യൽ മെജോറിറ്റി ആഡ് ചെയ്തത്. അതിനു മുമ്പ് ഈ 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് മുമ്പ് എന്ത് മതിയായിരുന്നു? സിമ്പിൾ മെജോറിറ്റി മതിയായിരുന്നു. അത് നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷണറീസ് ആരൊക്കെയാണ്? സുപ്രീം കോടതി ജഡ്ജ്. അപ്പൊ സുപ്രീം കോടതി ജഡ്ജിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നുള്ളതൊക്കെ നമുക്ക് ജുഡീഷ്യറിൽ പഠിക്കാം. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ സുപ്രീം കോടതി ജഡ്ജസ്, ഹൈക്കോർട്ട് ജഡ്ജസ്, അതേപോലെ തന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇവരെല്ലാം റിമൂവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവർ മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ട മെജോറിറ്റി, അവിടെ ഹൗസ് പാസ്സാക്കേണ്ട മെജോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റി ടൈപ്പ് 2 ആണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മളത് 73rd അമെൻമെന്റും 74th അമെൻമെന്റും അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റ് ഒക്കെ പഠിക്കും. ഇതൊക്കെ നിങ്ങളുടെ സിലബസിൽ ഉള്ളതാണേ, ഒന്ന് നോക്കണേ. സിലബസ് നന്നായി പഠിച്ചു വെക്കണേ. അതൊരു മെയിൻസിന് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇവിടെ ആർട്ടിക്കിൾ 243 കെ പ്രകാരം, ആർട്ടിക്കിൾ 243 ZA പ്രകാരം, ഈ ആർട്ടിക്കിളൊക്കെ ഞാൻ എങ്ങനെയാണ് ഇത് ഓർത്ത് വെക്കണം വെച്ചാൽ ഇതൊരു ട്രിക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ട്രിക്കാണ്. ഞാൻ പറഞ്ഞുതരാം, ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ചില വേർഡുകൾ വെച്ചിട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്ത് വെക്കും, അപ്പോൾ മറന്നു പോകില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ആർട്ടിക്കിൾ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വെച്ചിട്ട് പറയുന്നുണ്ട് എന്താണ്? പഞ്ചായത്തിന് ഇലക്ഷൻ നടത്താൻ വേണ്ടി ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വേണം. അതേപോലെ തന്നെ 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം പറയുന്നുണ്ട് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇലക്ഷൻ നടത്താൻ വേണ്ടി ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വേണം. അപ്പോൾ ഒരു കോമൺ ആയിട്ട് നമുക്ക് ഓരോ സ്റ്റേറ്റിനും ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ നമ്മളവർ പറയുന്ന ആ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ, അപ്പൊ ആ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറിനെ, അപ്പോൾ സ്റ്റേറ്റില്, അപ്പൊ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഏതാണ്? സെൻട്രൽ ഗവൺമെന്റിൽ അപ്പോയിന്റഡ്, അതായത് നമ്മുടെ ലോക്സഭ ഇലക്ഷൻ, രാജ്യസഭ ഇലക്ഷൻ, അതേപോലെ തന്നെ അസംബ്ലി ഇലക്ഷൻ ഒക്കെ, ഈവൻ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. മറിച്ച്
പഞ്ചായത്ത് രാജും അതായത് പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസും, അതായത് പഞ്ചായത്തിന്റെ ഇലക്ഷൻസ്, മുനിസിപ്പൽ കോർപ്പറേഷന്റെ അതായത് ലോക്കൽ ഗവൺമെന്റിന്റെ ഇലക്ഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് റെസ്പെക്റ്റീവ് ഓരോ സ്റ്റേറ്റിനും ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. അപ്പൊ ആ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട മെജോറിറ്റി എന്താണ്? ഇത് പലർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ അവിടെ പറയുന്നുണ്ട്, ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്, ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ റിമൂവ് ചെയ്യേണ്ടത് ഹൈക്കോർട്ട് ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത് പോലെയാണ്. ഹൈക്കോർട്ട് ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ വേണ്ട സ്പെഷ്യൽ മെജോറിറ്റി എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റി ടൈപ്പ് 2 ആണ്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട. അതേപോലെ തന്നെ അപ്പൊ ആർട്ടിക്കിൾ സ്പെഷ്യൽ മെജോറിറ്റി ടൈപ്പ് 2 നമ്മൾ എവിടേക്കാണ് ഉപയോഗിക്കുന്നത്? സ്പെഷ്യൽ മെജോറിറ്റി ടൈപ്പ് 2 നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈപ്പ് 2 ഉപയോഗിക്കുന്നുണ്ട്. ഭൂരിഭാഗം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ടൈപ്പ് 2 വെച്ചിട്ടാണ്. വേറെ ടൈപ്പ് 3 ഉണ്ട് കേട്ടോ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ചെയ്യാൻ വേണ്ടി, അത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നാഷണൽ എമർജൻസി അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷണറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പിന്നെ എന്താണ്, പുതിയതായിട്ട് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ അപ്പൊ ഞാൻ എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ നമ്മൾ പഠിച്ചതല്ലേ? എന്താണ് ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പോൾ 6 സ്റ്റേറ്റ്സിന് മാത്രമേ എന്തുള്ളൂ? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളൂ. ഏതൊക്കെയാണ്? സൗത്ത് ഇന്ത്യയിൽ നിന്ന് 3 സ്റ്റേറ്റും ബാക്കിയുള്ള റീജിയനിൽ നിന്ന് 3 സ്റ്റേറ്റ്. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ ആരൊക്കെയാണുള്ളത്? കർണാടകക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. അപ്പൊ 2 ഹൗസസ് ഉണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. പിന്നെ ആന്ധ്രാപ്രദേശിനും തെലുങ്കാനക്കും ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ആന്ധ്രാപ്രദേശിനാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടായിരുന്നത്. അത് സ്പ്ലിറ്റ് ആയപ്പോൾ തെലുങ്കാനക്കും ലെജിസ്ലേറ്റീവ് കൗൺസിൽ കിട്ടി. അപ്പോൾ ആന്ധ്രാപ്രദേശും തെലുങ്കാനയ്ക്കും കർണാടകയും ഈ 3 സ്റ്റേറ്റിനും എന്തുണ്ട്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. അപ്പൊ കേരളത്തിലും തമിഴ്നാടിനും എന്തില്ല? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ല, ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നേരെ ബാക്കി 3 ഏതൊക്കെയാണ്? നമുക്കറിയാം, ഉത്തർപ്രദേശും ബീഹാറും അത് നോർത്ത് ഇന്ത്യയാണ്. പിന്നെ വെസ്റ്റേൺ ഇന്ത്യയിലെ മഹാരാഷ്ട്ര അങ്ങനെ 6 സ്റ്റേറ്റ്സേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കണക്ട് ചെയ്ത് വേണം ഈ ഫാക്ട് പഠിക്കാൻ. അപ്പൊ മാപ്പ് വെച്ചിട്ട് വേണം നമ്മൾ ഇതെല്ലാം പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പിന്നീട് ലെജിസ്ലേറ്റീവ് കൗൺസിലൊക്കെ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പുതിയതായിട്ടൊരു ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സ്റ്റേറ്റിൽ അതിനെ അബോളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിനില്ലാണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതാത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ത് ചെയ്യണം? ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അപ്പൊ ആ സ്റ്റേറ്റ് അസംബ്ലി പാസ്സാക്കുന്ന മെജോറിറ്റി ആണെന്ത്? അപ്പൊ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അബോളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് തുടക്കം വെക്കുന്നത്, അതിനെ ക്രിയേറ്റ് ചെയ്യാനും അബോളിഷ് ചെയ്യാനും അതിന്റെ ഇനീഷ്യേഷൻ ചെയ്യാൻ പറ്റുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് മാത്രമേ പറ്റുള്ളൂ. എന്നിട്ട് അപ്പൊ ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കേണ്ട മെജോറിറ്റി ആണെന്ത്? സ്പെഷ്യൽ മെജോറിറ്റി ടൈപ്പ് 2. ഇനി അത് മാത്രം പോരാ, ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് ബോഡി, ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പാർലമെന്റ് തീരുമാനിക്കും. പാർലമെന്റിന് വേണമെങ്കിൽ അത് അപ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ ഡിസപ്രൂവ് ചെയ്യാം. സ്റ്റേറ്റ് അസംബ്ലി പാസ്സാക്കി എന്ന് വെച്ചിട്ട് അത് പാർലമെന്റ് അത് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് എവിടെയും പറയുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് അറിഞ്ഞിരിക്കാം. പക്ഷെ അവിടെ പാർലമെന്റ് പിന്നെ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ മെജോറിറ്റി മതി. അതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത്, പാർലമെന്റിന് അത് അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ മെജോറിറ്റി മതി. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ ഇത് പഠിച്ചു. ഇതാണ് ടൈപ്പ് 2. ഇനി ടൈപ്പ് 3 എന്ന് പറയുന്നതാണ് അവിടെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 2 ടൈപ്പ് 2 വേണം. പ്ലസ് ടൈപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്? ടൈപ്പ് 2 ഇവിടെ ആർട്ടിക്കിൾ 368 എന്ന് പറയുന്നത് ടൈപ്പ് 2 ആണ്. ഓക്കെ, ടൈപ്പ് 2 പറയുന്ന, അപ്പൊ ടൈപ്പ് 2 നമ്മൾ 2 കണ്ടീഷൻ പഠിച്ചു. എന്താണ്? 2/3 ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആൻഡ് അബ്സല്യൂട്ട് മെജോറിറ്റി വേണം. അതാണ് ടൈപ്പ് 2 എന്ന് പറയുന്നത്. അപ്പൊ അത് വേണം. അത് കൂടാണ്ട് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ റാറ്റിഫിക്കേഷനും കൂടി വേണം.
അപ്പോൾ ടൈപ്പ് 3 എന്ന് പറയുന്നത് ടൈപ്പ് 2 പ്ലസ് സ്റ്റേറ്റ് റാറ്റിഫൈ ചെയ്യണം. അതാണ് എന്ത് സ്പെഷ്യൽ മെജോറിറ്റി ടൈപ്പ് 3 എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്പൊ ഇവിടെ എന്ത് വന്നു, ടൈപ്പ് 2 വന്നു പ്ലസ് അവിടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കുമ്പോൾ എന്ത് മതി, സിമ്പിൾ മെജോറിറ്റി മതി. അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ സിമ്പിൾ മെജോറിറ്റി പഠിച്ചപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് സ്റ്റേറ്റ് പാസ്സാക്കേണ്ട ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു. നമ്മുടെ ഫെഡറലിസത്തെ ബാധിക്കുന്ന, നമ്മുടെ ഡിവിഷൻ ഓഫ് പവറിനെ ബാധിക്കുന്ന, സെൻട്രലിനെയും സ്റ്റേറ്റ് ഗവൺമെന്റിനെ പവറിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു ഫീച്ചറിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നെങ്കിൽ, അപ്പോൾ ഫെഡറൽ ഫീച്ചേഴ്സിനെ, അപ്പൊ ഈ ഡ്യുവൽ ഗവൺമെന്റിന്റെ പവറിന്റെ അവിടെ ഡിസ്ട്രിബ്യൂഷൻ എഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു മാറ്റമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് കൊണ്ടുവരുന്നെങ്കിൽ ടൈപ്പ് 2 പോരാ, എന്ത് വേണം, ടൈപ്പ് 3 വേണം. എന്ന് വെച്ചാല് ഈ പറയുന്ന ടൈപ്പ് 2ന്റെ മെജോറിറ്റി കൂടാണ്ട് അഡീഷണൽ ആയിട്ട് ഹാഫ് ഓഫ് ദി സ്റ്റേറ്റിന്റെ അപ്പൊ ഇവിടെ ഈ നമ്മൾ പറയുന്ന വേർഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അത് നടത്തുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. കാര്യം നമുക്കറിയാം ഇപ്പൊ നിലവിൽ 28 സ്റ്റേറ്റ് ഉണ്ട്. ഇപ്പൊ നിലവിൽ 28 സ്റ്റേറ്റും 8 യൂണിയൻ ടെറിട്ടറിയാണ് ഇന്ത്യക്കുള്ളത്. 28 സ്റ്റേറ്റും 8 യൂണിയൻ ടെറിട്ടറിയും. പക്ഷേ 3 യൂണിയൻ ടെറിട്ടറീസിന് എന്തുണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്. ഐ മീൻസ് യൂണിയൻ ടെറിട്ടറീസ് വിത്ത് ലെജിസ്ലേച്ചർ ആണ്. അത് ഏതൊക്കെയാണ്? ഒന്ന് ഡൽഹിക്ക് എന്തുണ്ട്, അതേപോലെ തന്നെ പോണ്ടിച്ചേരിക്ക്, അതുകൂടാണ്ട് ജമ്മു ആൻഡ് കാശ്മീർ നമുക്കറിയാം പണ്ട് ജമ്മു ആൻഡ് കാശ്മീരിന് ഒരു സ്റ്റേറ്റ് ആയിരുന്നു. 2019 ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ വെച്ചിട്ടാണ് അത് സ്റ്റേറ്റ് ഹുഡ് മാറ്റി യൂണിയൻ ടെറിട്ടറി ആക്കിയത്. അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ യൂണിയൻ ടെറിട്ടറി ആക്കിയപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ആ 2019 മാറ്റം വന്നപ്പോൾ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, മാറ്റം വന്നപ്പോൾ അത് PSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആ എക്സിസ്റ്റിംഗ് ജമ്മു ആൻഡ് കാശ്മീർ 2 യൂണിയൻ ടെറിട്ടറി ആക്കി. ലഡാക്ക് എന്ന യൂണിയൻ ടെറിട്ടറിയും ജമ്മു ആൻഡ് കാശ്മീർ എന്ന യൂണിയൻ. അപ്പൊ ലഡാക്ക് എന്ന യൂണിയൻ ടെറിട്ടറിക്ക് എന്തില്ല, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇല്ല. മറിച്ച് ജമ്മു ആൻഡ് കാശ്മീർ മാത്രമേ എന്തോളൂ ആ ലെജിസ്ലേച്ചർ ഉള്ളൂ, ആ യൂണിയൻ ടെറിട്ടറി വിത്ത് ലെജിസ്ലേച്ചർ. അപ്പൊ 3 യൂണിയൻ ടെറിട്ടറിക്ക് ലെജിസ്ലേച്ചർ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ പറയുന്ന ഈ തേർഡ് ടൈപ്പ് സ്റ്റേറ്റ് റാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആരൊക്കെ പെട്ടു, 28 സ്റ്റേറ്റും പെട്ടു, 3 യൂണിയൻ ടെറിട്ടറിയും പെട്ടു. എന്താ ഈ 3 യൂണിയൻ ടെറിട്ടറിന്റെ പ്രത്യേകത? ലെജിസ്ലേച്ചർ ഉള്ള 3 യൂണിയൻ ടെറിട്ടറിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എണ്ണം കൂട്ടുന്നത് എങ്ങനെയാണ്, 31 എന്നാണ് കൂട്ടുന്നത്. 31. അപ്പൊ 31ന്റെ പകുതി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എന്തായി, 16 പേരുടെ അപ്രൂവൽ വേണം. അപ്പൊ ആ ഒരു കൺസെപ്റ്റും കൂടി നിങ്ങൾ ക്ലിയർ ആക്കി വെച്ചേക്കണം. 28 + 3 യൂണിയൻ ടെറിട്ടറീസ് വിത്ത് ലെജിസ്ലേച്ചർ. അപ്പോൾ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാകരുത്. അവിടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ ലെജിസ്ലേച്ചർ ഉള്ള 3 യൂണിയൻ ടെറിട്ടറിയും കൂടി അതിൽ പെടും. ഓക്കെ, അപ്പൊ പക്ഷെ അവിടേക്ക് പാസ്സാക്കാൻ എന്ത് മെജോറിറ്റി മതി, സിമ്പിൾ മെജോറിറ്റി മതി. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയാണ് ഈ ടൈപ്പ് 3 യൂസ് ചെയ്യുന്നത്, ഫെഡറൽ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് വേണം, ഈ ടൈപ്പ് 3 മെജോറിറ്റി വേണം. അപ്പോൾ പാർലമെന്റ് മാത്രം പാസ്സാക്കിയാൽ പോരാ, 2/3 മെജോറിറ്റിയും അബ്സോല്യൂട്ട് മെജോറിറ്റി ഉള്ള അത് മാത്രം പാസ്സാക്കിയാൽ പോരാ, ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ എന്ത് വേണം, സിമ്പിൾ മെജോറിറ്റി ഉള്ള അപ്രൂവലും കൂടി വേണം. ഓക്കെ, ഉദാഹരണമായിട്ടാണ് ഞാൻ പറഞ്ഞത് ജി എസ് ടി എന്നൊക്കെ പറഞ്ഞാൽ ഫെഡറൽ ഫീച്ചേഴ്സിനെ ബാധിക്കുന്നതാണ്. അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഇലക്ഷനൊക്കെ എന്തിനെ ബാധിക്കുന്നതാണ്? പ്രസിഡന്റ് എന്ന് പറയുന്നത് സെൻട്രലിനെ മാത്രമല്ല സ്റ്റേറ്റിനെ കൂടിയാണ്. അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് പവറിലെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഫെഡറൽ ഫീച്ചേഴ്സിനെ എന്തൊക്കെ രീതിയിൽ എഫക്ട് ചെയ്യുന്നോ അവിടെ എന്ത് വേണം, നമുക്ക് വേണ്ട മെജോറിറ്റി എന്താണ്, ടൈപ്പ് 3 ആണ്. ഇനി നാലാമത്തെ മെജോറിറ്റി എന്ന് പറയുന്നത് ടൈപ്പ് 4. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഏറ്റവും ഹയസ്റ്റ് മെജോറിറ്റി. എന്ന് പറയുന്നത് ടൈപ്പ് 4 മെജോറിറ്റിയാണ്. ഇത് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 61 ആണ്. ആർട്ടിക്കിൾ 61 പറയുന്നത് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് ആണ്. ഈ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്. ഓക്കെ, പല ന്യൂസ് പേപ്പറുകളും പല പൊളിറ്റിക്കൽ ഡിസ്കഷനിലൊക്കെ
ഈ ഇംപീച്ച്മെന്റ് വേർഡ് വേറെ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ജഡ്ജിന്റെ റിമൂവലിനെ ഇംപീച്ച്മെന്റ് എന്നൊക്കെ പത്രത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത് തെറ്റായ പ്രയോഗമാണ്. ഓക്കെ, കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇംപീച്ച്മെന്റ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരേ ഒരു സ്ഥലത്താണ്, പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ. അപ്പൊ പ്രസിഡന്റിനെ റിമൂവ് എന്നുള്ള വേർഡ് അല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഇംപീച്ച്മെന്റ് ഓഫ് ദി പ്രസിഡന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, സുപ്രീം കോടതി ജഡ്ജ് റിമൂവലിനെ കാട്ടി ഹൈ മെജോറിറ്റി വേണം പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ സാധാരണ അപ്പൊ ഇംപീച്ച്മെന്റ്, അപ്പൊ പ്രസിഡന്റ്, അപ്പൊ ആ ഇംപീച്ച്മെന്റ് ആണ്, ഇംപീച്ച്മെന്റ് പ്രൊസീജിയർ ആണ്. അപ്പൊ ശ്രദ്ധിക്കണം, ഏത് ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷനറീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട കറക്റ്റ് വേർഡ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചിട്ടുള്ള വേർഡ് റിമൂവൽ ആണ്. നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ട് എന്നോട് ചലഞ്ച് ചെയ്യാൻ വരരുത്. ഞാൻ നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് പറഞ്ഞു തന്നേന്നുള്ളൂ. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ വിജയിക്കട്ടെ. ഓക്കെ, ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറഞ്ഞെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. റിമൂവൽ എന്നുള്ള വേർഡാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപീച്ച്മെന്റ് എന്നുള്ള വേർഡ് എവിടെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ? പ്രസിഡന്റിന്റെ റിമൂവൽ, പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ടൈപ്പ് 4 സ്പെഷ്യൽ മെജോറിറ്റി വേണം. എന്താ ടൈപ്പ് 4 എന്ന് പറഞ്ഞാൽ? 2/3 ഓഫ് ദി ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദി ഹൗസ് ആണ്. എന്താണ് 2/3 ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് എന്നല്ല പറയുന്നത്. 2/3 ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് എന്നല്ല പറയുന്നത്. ടോട്ടൽ മെമ്പർഷിപ്പിന്റെ നോട്ട് ലെസ് ദാൻ 2/3. അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പൊ നമ്മൾ ലോക്സഭയിലൊക്കെ ആണെങ്കിൽ 543 എങ്കിൽ അതിന്റെ 2/3 വേണം. 2/3 ഉണ്ടെങ്കിൽ അപ്പൊ ഏറ്റവും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും പറയുന്ന ഹയസ്റ്റ് അല്ലെങ്കിൽ ടഫസ്റ്റ് മെജോറിറ്റി എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് വേണ്ട മെജോറിറ്റിയാണ്. അതാണ് ഏറ്റവും ഹയസ്റ്റ്. എന്താണ് ടൈപ്പ് 4 എന്ന് പറയുന്നത്? 2/3 ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ 2/3 ഓഫ് ദി ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദി ഹൗസ്. അതാണ് എന്ത് ടൈപ്പ് 4 എന്ന് പറയുന്നത്. അത് ആർക്ക് വേണ്ടി മാത്രമുള്ളതാണ്? സ്പെസിഫിക്കലി ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദി പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് വേണ്ടിയാണ്. ഇതാണ് 4 ടൈപ്പ്. ടൈപ്പ് 1 എന്താണ്? 2/3 ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. അത് രാജ്യസഭയായിട്ട് ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 249 312. ടൈപ്പ് 2 എന്താണ്? രണ്ട് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണം. 2/3 ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആൻഡ് അബ്സല്യൂട്ട് മെജോറിറ്റി. മൂന്നാമത്തെ എന്താണ്? ടൈപ്പ് 2 ഒരു എക്സ്ട്രാ അഡീഷൻ ആഡ് ചെയ്യണം. സ്റ്റേറ്റിന്റെ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റിന്റെ അപ്രൂവലും കൂടി വേണം. അവിടെ സ്റ്റേറ്റിന്റെ അപ്രൂവലിന് സിമ്പിൾ മെജോറിറ്റി മതി. 3. നാലാമത്തെ എന്താണ്? പ്രസിഡന്റിന്റെ റിമൂവലിന്. അവിടെ എന്താ വേണ്ടത്? 2/3 ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി ഹൗസ്. അതാണ് ഹയസ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും ഹയസ്റ്റ് മെജോറിറ്റി എന്ന് പറയുന്നത് ടൈപ്പ് 4. ഓക്കെ, ഇതിന് റിലേറ്റഡ് ആയിട്ട് പല ക്വസ്റ്റ്യൻസും പല ടോപ്പിക്കുകളിൽ കിടക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ക്വസ്റ്റ്യൻസ് ഇവിടെ കാണിക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ 2021 ചോദിച്ച PSC ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, വിച്ച് ഇസ് റിക്വയർഡ് ഫോർ ആൻ അമെൻമെന്റ് കൺസേണിങ് അക്വസിഷൻ ആൻഡ് ടെർമിനേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്. അപ്പൊ നമുക്കറിയാം ഇവിടെ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പാർട്ട് 1 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പാർട്ട് 2 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് 1 എന്താണ്? സ്റ്റേറ്റുമായിട്ട് യൂണിയനും സ്റ്റേറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെറിട്ടറി ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് പാർട്ട് 1 കോൺസ്റ്റിറ്റ്യൂഷന്റെ. പാർട്ട് 2 എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ പാർട്ട് 1ലും പാർട്ട് 2ലേക്ക് നമ്മൾ സാധാരണ അമെൻമെന്റ് നടത്തുമ്പോൾ അതിന് ആർട്ടിക്കിൾ 368 പ്രകാരമല്ല. എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്തിയാൽ അതിന് അമെൻമെന്റ് തന്നെയാണ് പറയുന്നത്. പക്ഷേ ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള അമെൻമെന്റിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ ഈ പറയുന്ന ആ ടൈപ്പ് 2 ടൈപ്പ് 3 കാറ്റഗറി. ടൈപ്പ് 3 കാറ്റഗറിയിലാണ്. അപ്പൊ ആർട്ടിക്കിൾ 368 നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ 2 ടൈപ്പ്, അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന് പറയുന്നത് ടൈപ്പ് 2 ടൈപ്പ് 3 ആണ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോ ഈ സിറ്റിസൺഷിപ്പ് ആക്ടിലൊക്കെ അമെൻമെന്റ് വരുത്തുമ്പോൾ എന്ത് മെജോറിറ്റി മതി? നമുക്കറിയാം എന്ത് മതി? സിമ്പിൾ മെജോറിറ്റി. പാർലമെന്റിന്റെ സിമ്പിൾ മെജോറിറ്റി മതി. ഓക്കെ, അപ്പൊ ചോയ്സ് ഒക്കെ ഒന്ന് വെറുതെ വായിച്ചു നോക്കാണ്ടില്ലേ? നോക്കിയേ, സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദി പാർലമെന്റ് അലോങ് വിത്ത് സ്ട്രാറ്റിഫിക്കേഷൻ ബൈ സ്റ്റേറ്റ്സ്. ഇത് ഏതാണത്? ടൈപ്പ് 3 ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 2022 ചോദിച്ച ഒരു ചോദ്യമാണ്. ഓക്കെ, ത്രൂ ദ സിമ്പിൾ മെജോറിറ്റി ഓഫ് ദി പാർലമെന്റിന്റെ സിമ്പിൾ മെജോറിറ്റി കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതൊക്കെ പ്രൊവിഷൻസ് നമുക്ക് അമെൻഡ് ചെയ്യാം? നമ്മൾ ചോയ്സ് നോക്കുക. പ്രസിഡന്റ് ഇലക്ഷൻ നമുക്ക് പറയും, ഞാൻ പറഞ്ഞതാണ്, എന്താണ് ഫെഡറൽ ഫീച്ചേഴ്സിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്.
അപ്പോൾ അവിടെ നമ്മൾ എന്ത് വേണം, ടൈപ്പ് 3 വേണം, സ്പെഷ്യൽ മെജോറിറ്റി ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും അവിടെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പറ്റുള്ളൂ. മറിച്ച് ന്യൂ സ്റ്റേറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് മതി, സിമ്പിൾ മെജോറിറ്റി മതി. അതേപോലെ സ്റ്റേറ്റിന്റെ ബൗണ്ടറിയും പേരും, എക്സിസ്റ്റിംഗ് സ്റ്റേറ്റിന്റെ ബൗണ്ടറിയും പേരും ഓൾട്ടർ ചെയ്യാൻ വേണ്ടി, ചേഞ്ച് ചെയ്യാൻ വേണ്ടി എന്ത് മെജോറിറ്റി മതി, സ്പെഷ്യൽ മെജോറിറ്റി മതി. അപ്പൊ 3ഉം 4ഉം മാത്രമാണ് സിമ്പിൾ മെജോറിറ്റി കൊണ്ട് ചെയ്യേണ്ടത്. 1, 2 എന്താണ്, സ്പെഷ്യൽ മെജോറിറ്റി വേണം. അപ്പൊ ആൻസർ വരുന്നത് B, 3 and 4 ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ള എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റൽ ക്ലാസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇനിയുള്ള നമുക്ക് ഓരോരോ ക്ലാസ്സുകൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. താങ്ക് യു.